നമ്മളിനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അതിൽ ടെസ്റ്റൊക്കെ നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവും, പിക്ചറെല്ലാം റെഫർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ മൊണീഷ്യസ്, ഡയേഷ്യസ്, ദെൻ പിന്നെ ഒവിപാരസ്, വിവിപാരസ്, സൈഗോട്ട്, എംബ്രിയോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ജസ്റ്റ് കുറേ ടേംസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കഴിഞ്ഞ വർഷം ചോദിച്ചു പറഞ്ഞും ഒരു പാർത്തനോജനസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആദ്യത്തെ ചാപ്റ്റർ. പിന്നെ അതിനോട് ആ യൂണിറ്റിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആ സയൻറ്റിസ്റ്റിൻ്റെ പേര് പി മഹേശ്വരി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, അയാൾക്ക് കിട്ടിയ ഒരു ഫെലോഷിപ്പ് ഓഫ് റോയൽ സൊസൈറ്റി ഓഫ് ലണ്ടൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ യൂണിറ്റിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇത് ഞങ്ങൾ പ്ലസ് ടുവിനൊക്കെ വളരെ നന്നായിട്ട് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയായിരുന്നു. പക്ഷേ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പിക്ചറുകൾ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ലേബൽ ചെയ്യുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കാരണം അതിൽ ബോർഡ് എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഇതൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ ടെസ്റ്റ് നന്നായിട്ട് വായിച്ച് പഠിക്കുക. അപ്പോൾ അതിൽ ഇതും നമ്മൾ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നു, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞാണ് ആ ചാപ്റ്റർ സമ്മറൈസ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത വീഡിയോനോട് അസോസിയേറ്റ് ആ ലിങ്കിൽ നോക്കുക, നമ്മുടെ ഇതിലുണ്ട്. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഈ ചാപ്റ്ററിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. നോക്കുക, ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ റോങ് സ്റ്റേറ്റ്മെൻറ്റ്, റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ കൂടുതൽ വരുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ അതിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുക, ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഫ്ലവറിംഗ് പ്ലാന്റ്. ദ പ്രോക്സിമൽ എൻഡ് ഓഫ് ഫിലമെൻറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു തലാമസ് ഓർ പെറ്റൽ ഓഫ് ദ ഫ്ലവർ അല്ലേ. തലാമസിനോട് പെറ്റലിന് പ്രോക്സിമൽ എൻഡ് താഴെ ഭാഗം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് ശരി തന്നെയാണ്. ദ ഇന്നർ മോസ്റ്റ് ആന്ത്രർ വോൾ ലെയർ ഈസ് ടെപ്പീറ്റം അല്ലേ. നിങ്ങൾക്ക് അറിയുന്നതാണ്, ടെപ്പീറ്റത്തിനെ കുറിച്ചൊക്കെ അറിയുന്നതാണ്. ദെൻ ഇൻ ഓവർ 60% ആൻജിയോസ്പിയം പോളൻ ഗ്രെയിൻസ് ആർ ഷെഡ് അറ്റ് 2 സെൽഡ് സ്റ്റേജ് അല്ലേ. അടുത്ത അനിമോഫിലസ് ഫ്ലവേഴ്സ് പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം വെറ്റിംഗ് ബൈ മ്യൂസിലേജിനസ് കവറിങ്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നതിൽ ആന്തറിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ആന്തറിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ അറിയാം, ആന്തറുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ അതിൽ ആൻഡ്രീഷ്യത്തിൻ്റെ സ്ട്രക്ചർ. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. അതിൽ ഓരോ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേമൻ. സ്റ്റേമന് രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെ, ആന്തർ ആൻഡ് ഫിലമെൻറ്റ്. അപ്പോൾ ആ ഫിലമെൻ്റ് എന്ന് പറയുന്നത് അതിലൊരു സ്റ്റേമൻ്റ്, ആ ഫിലമെൻ്റ് എന്ന് പറയുന്നത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഏതിനോടായിരിക്കും, പെറ്റലിനോട് അല്ലെങ്കിൽ ഫ്ലവറിൻ്റെ തലാമസിനോടൊക്കെ ആയിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് റൈറ്റ് ആയിട്ട് എടുക്കണം. then രണ്ടാമത്തെ സെൻറ്റൻസ് പറഞ്ഞിരിക്കുന്നത് നോക്കി, ഇന്നർ മോസ്റ്റ് ആന്തർ വോൾ ലെയർ ഈസ് ടെപ്പീറ്റൻ. ടെപ്പീറ്റത്തിൻ്റെ വോൾ ലെയേഴ്സ് നിങ്ങൾക്ക് അറിയുന്നില്ല. ഏറ്റവും പുറമെയുള്ള ലെയർ ഏതാണ്? എപ്പിഡെർമിസ്. തൊട്ടുള്ളിലുള്ള ഏതാ? എൻഡോത്തീസിയൻ. അതിൻ്റെ ഉള്ളിലുള്ള ഏതാ? മിഡിൽ ലെയേഴ്സ്. ഏറ്റവും ഉള്ളിലായിട്ടുള്ള ലെയറാണ് ഏതാ? ടെപ്പീറ്റം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 4 തരത്തിലുള്ള ലെയേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ 3 ലെയേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനും ഡെഹിസൻസ് ഓഫ് ആന്തറുമാണ്. ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ട് ടെപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതാ? പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് ആണ്. അതിൻ്റെ ഉള്ളിലാണ് സ്പോറോജീനസ് ടിഷ്യൂസ് ഒക്കെ ഉള്ളത്. ആ സ്പോറോജീനസ് ടിഷ്യൂവിൽ ഓരോന്നിനും ഓരോ സെല്ലിനും എന്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറയുന്നത് മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലായിട്ട് മാറാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പം ആ പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് ആ പോളൻ മദർ സെല്ലുകളായിട്ട് മാറി അതിന് മിയോസൊക്കെ കടന്ന് മൈക്രോസ്പോർട്സ് ഉണ്ടാവുന്നു. അതിനുശേഷം അതിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നു. പോളൻ ഗ്രെയിൻസ് ഏത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ സീക്വൻഷ്യൽ പ്രോസസ് വരുന്നത്. അതാണ് മൈക്രോസ്പോറോജനസിസ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ടെപ്പീറ്റ് എന്ന് പറയുന്നത് ഇന്നർമോസ്റ്റ് ലെയർ. ടെപ്പീറ്റത്തിൻ്റെ ഓർഗനിക്ക് ജനറലി ടെപ്പീറ്റം ബൈ ന്യൂക്ലിയേറ്റഡ് ആണ്. അതിന് കാരണം ടെസ്റ്റ് കൊടുത്തിരിക്കുന്ന പ്രകാരം അത് നിങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താ? എൻഡോമൈറ്റോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ടെപ്പീറ്റത്തിൻ്റെ ഉള്ളിൽ നടക്കുക. എൻഡോമൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഏതാ? ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും. പക്ഷേ ഏതിൻ്റെ ഡിവിഷൻ നടക്കില്ല? സൈറ്റോപ്ലാസ്മിൻ്റെ ഡിവിഷൻ. അപ്പോൾ ന്യൂക്ലിയർ ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു സെല്ലിൽ തന്നെ 2 ന്യൂക്ലിയസ് വരാൻ കാരണമാവും. അപ്പോൾ അങ്ങനെ ആ എൻഡോമൈറ്റോസിസ് എന്നൊക്കെ പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നതാണ് 2 ന്യൂക്ലിയസ് വരുന്നത് ടെപ്പീറ്റോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ദെൻ പിന്നെ ഓവർ 60% ആൻജിയോസ്പിയം പോളൻ ഗ്രെയിൻസ് ആർ ഷെഡ് അറ്റ് 2 സെൽഡ് സ്റ്റേജ് അല്ലേ. പോളൻ ഗ്രെയിൻ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇപ്പോൾ മെച്ചുറായിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള ഒരു പോളൻ ഗ്രെയിൻ 2 സെൽഡ് സ്റ്റേജ്. ഏതൊക്കെ 2 സെല്ലുകൾ? ഒരു സെല്ല് ഏതാ? വെജിറ്റേറ്റീവ് സെല്ലാണ്. വേറൊരു സെല്ല് ഏതാ? ജനറേറ്റീവ് സെല്ലാണ്. അപ്പോൾ വെജിറ്റേറ്റീവ് സെല്ലുകൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു ലാർജ് സെല്ലാണ്. അതിൽ അബണ്ടൻ്റ് ആയിട്ടുള്ള ഏതാ? ഫുഡ് റിസർവ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് റിസർവ് ഫുഡ് മെറ്റീരിയലൊക്കെ ഉള്ളതാണ് ലാർജ് ആയിട്ടുള്ള ഒരു സെല്ല്. അതാണ് വെജിറ്റേറ്റീവ് സെല്ല്. പിന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്ത് തന്നെ കാണപ്പെടുന്ന വളരെ ചെറിയൊരു സെല്ലാണ് ഏത്? ജനറേറ്റീവ് സെല്ല്. ജനറേറ്റീവ് സെല്ലിൻ്റെ ക്യാരക്ടർ അതായത് ആ വെജിറ്റേറ്റീവ് സെല്ല് എന്ന് പറയുന്ന വലിയ സെല്ലിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവിടെ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയൊരു സെല്ല്, അതാണ് ജനറേറ്റീവ് സെൽ. അപ്പോൾ ഈ 2 സെല്ലോട് കൂടിയ സ്റ്റേജ് അതിനെ കവർ ചെയ്ത് ഏതുണ്ടാവുമെന്ന് പറയുന്നത് എക്സൈന്, ദെൻ ഇൻഡൈൻ എന്നൊക്കെ പറഞ്ഞ് കവർ ചെയ്യേണ്ടത്. എക്സൈൻ മേഡപ്പ് ഓഫ് സ്പോറോപ്പൊളനിൻ, ഇൻഡൈൻ മേഡപ്പ് ഓഫ് പെക്റ്റിൻ ആൻഡ് സെല്ലുലോസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഹാർഡായിട്ടുള്ളതാണ് ഏത്? സ്പോറോപ്പൊളനിൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. പിന്നെ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഇതിൽ ഈ 2 സെൽഡ് സ്റ്റേജ് 3 സെൽഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത്
ഈ ഒരു പോളൻ ഗ്രെയിൻ എന്ന് പറയുക ടിപ്പിക്കലി 2 സെല്ലാന്ന് പറയുക വെജിറ്റേറ്റീവ് സെല്ലുണ്ട് ജനറേറ്റീവ് സെല്ലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഈ വെജിറ്റേറ്റീവ് സെല്ല് കഴിഞ്ഞാൽ ജനറേറ്റീവ് സെല്ല് എന്ന് പറയുന്നത് ഈ 2 സെല്ലുടെ സ്റ്റേജിലാണ് സാധാരണഗതി 2 സെല്ലുടെ സ്റ്റേജിലാണ് ഏത് നടക്കാറുള്ളത്, പോളിനേഷൻ നടക്കാറുള്ളത്. പക്ഷേ ചില കേസിലൊക്കെ ഇപ്പം ഒരു 40% ആൻജിയോസ്പേമിൽ പോളിനേഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പം ഈ പോളൻ ഗ്രെയിൻസിൻ്റെ ഉള്ളിലെ ഈ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് പോളിനേഷന് മുമ്പായിട്ട് തന്നെ ബിഫോർ പോളിനേഷന് മുൻപ് തന്നെ ഗെമീറ്റോജനസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഗെമീറ്റ്സ് അങ്ങ് ഫോം ചെയ്യും. അപ്പോൾ എന്തായിട്ട് മാറും, 2 സ്പേം സെല്ലുകൾ ഉണ്ടാവും. അതായത് ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഗെമീറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 സ്പേം സെല്ലുകളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ടോട്ടലായിട്ട് എത്രയാണ്, പോളിനേഷൻ നടക്കുമ്പോൾ തന്നെ 3 സെല്ലോട് കൂടിയ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ 3 സെൽഡ് സ്റ്റേജാണ് അതൊരു 40% പ്ലാന്റിലാണ്. പക്ഷേ ഓവർ 60% പ്ലാന്റുകളിൽ നടക്കുന്ന പ്രോസസ്സ് അങ്ങനെയല്ല. എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്, 2 സെൽഡ് സ്റ്റേജിലാണ് ഏത് നടക്കുക, പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുക. ഓക്കെ, അപ്പോൾ ആ സെൻറ്റൻസ് റൈറ്റാണ്. പിന്നെ ഉള്ളത് അനിമോഫിലസ് ഫ്ലവേഴ്സ് അല്ലേ. ഫ്ലവേഴ്സ് എന്ത് ഷോ ചെയ്യുന്നതെന്ന് പറയും, വിൻഡ് പോളിനേഷൻ ഷോ ചെയ്യുന്ന പ്ലാന്റുകളാണ് അനിമോഫിലി എന്നൊക്കെ അറിയപ്പെടുന്ന പ്രോസസ്സ്. നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. അപ്പോൾ അതിൽ ഫ്ലവേഴ്സ് പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം വെറ്റിംഗ് ബൈ മ്യൂസിലേജിനസ് കവറിങ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് അനിമോഫിലിസിലാണോ വെറ്റിംഗിൽ നിന്ന് രക്ഷപ്പെടും. വെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിൻ്റെ പ്രസൻസ് പോലും. അപ്പോൾ ഏതാ, ഹൈഡ്രോഫിലിയിലാണ് പോളൻ ഗ്രെയിൻസിനെ കവർ ചെയ്ത് ഏതാ മ്യൂസിലേജിനസ് കവറിങ് ഒക്കെ ഉണ്ടാവുക. സാധാരണ ഏതിലല്ല, അനിമോഫിലിയിലല്ല. അനിമോഫിലി ഹൈഡ്രോഫിലി ഒക്കെ നിങ്ങൾക്ക് അറിയുന്നില്ലേ. അനിമോഫിലി എന്ന് പറഞ്ഞാൽ എന്താ, ഏതാ, പോളിനേഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് വിൻഡ് അല്ലേ. ഹൈഡ്രോഫിലി ഏതാ, പോളിനേഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് വാട്ടർ. അപ്പോൾ ഇതിൽ അനിമോഫിലിയിലല്ല അത് സംഭവിക്കേണ്ട ഹൈഡ്രോഫിലിയാണ്. അപ്പോൾ ഓപ്ഷൻ ഏത് കൊടുക്കാം, നമുക്ക് ഡി കൊടുക്കാം, ഡോഗ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, ഐഡൻറ്റിഫൈ ദ പ്ലാന്റ് പാർട്ട് അല്ലേ. അപ്പോൾ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ പിക്ചർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ പിക്ചറിനെ ബേസ് ചെയ്ത് വരാൻ സാധ്യത കൂടുതലാണ്. കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഈ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ അതിലൊരു പിക്ചറാണ് ഇപ്പോൾ അപ്പോ കാർപ്പസ്, സിൻ കാർപ്പസ് എന്നൊക്കെ പറഞ്ഞ് പിസ്റ്റിലുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലേ. അപ്പോൾ അതായത് ഗൈനീഷ് എന്ന് പറയുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുണ്ട്. ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ഗൈനീഷ്യത്തിൽ ഓരോ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഏത്, കാർപ്പൽ ഓർ പിസ്റ്റിൽ അല്ലേ. അതിൽ ആ കാർപ്പൽ ഓർ പിസ്റ്റിൽ എന്ന് പറയുന്നതിൽ ആ കാർപ്പൽ ഓർ പിസ്റ്റിലിൻ്റെ അതിൽ ഓരോന്നിലും 3 ഭാഗങ്ങളായിട്ട് തിരിക്കും. നമുക്ക് ഏത്, സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി അല്ലേ. ആ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി എടുക്കുകയാണെങ്കിൽ അതിൽ സ്റ്റിഗ്മാറ്റിക് സർഫേസ് എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ള പാർട്ട്, പിന്നെ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ, പിന്നെ സോളൻ ആയിട്ടുള്ള പാർട്ട് ഏതാ, ഓവറി എന്നൊക്കെ പറയുന്നത്. ഓവറിൻ്റെ അകത്താണ് ഏതുണ്ടാവുക, ഓവ്യൂൾ എന്ന് പറയുന്നത് ഉണ്ടാവുക. അപ്പോൾ ഓവറി ഫ്രൂട്ടായിട്ട് മാറും, ഓവ്യൂൾ എന്തായിട്ട് മാറും, സീഡായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അറിയുന്നു. ഇനി അതിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇനി അതിൽ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഈ കാർപ്പലിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലവേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ടല്ലോ. ഏതൊക്കെയാണ്, മോണോ കാർപ്പുലറി ഫ്ലവറും പിന്നെ ഏതാ, ബൈ കാർപ്പുലറി ഫ്ലവർ അല്ലെങ്കിൽ മൾട്ടി കാർപ്പുലറി, പോളി കാർപ്പുലറി എന്നൊക്കെ പറഞ്ഞ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ടൈം പറയാറില്ല. അപ്പോൾ അതിൽ മോണോ കാർപ്പലറി എന്ന് പറഞ്ഞാൽ സിംഗിൾ കാർപ്പൽ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. ഇനി അതിൽ ഒന്നിൽ കൂടുതൽ കാർപ്പൽ വരുമ്പോഴാണ് ഏതാ, മൾട്ടി കാർപ്പലറി. അതിൽ തന്നെ ബൈ കാർപ്പലറി ഉണ്ട്. ഇപ്പം നമ്മൾ പഠിച്ച ഫാമിലി സോളനേസിയ ബൈ കാർപ്പലറിയാണ് അല്ലേ, ലിഡിയേസിയ ട്രൈ കാർപ്പലറിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ മോണോ കാർപ്പലറി, ബൈ കാർപ്പലറി, ട്രൈ കാർപ്പലറി അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് തിരിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ഈ കാർപ്പൽസിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ മൾട്ടി കാർപ്പലറിൻ്റെ 2 കണ്ടീഷൻ വരുന്നുണ്ട്, സിൻ കാർപ്പസും അപ്പോ കാർപ്പസ്. സിൻ കാർപ്പസ് എന്ന് പറഞ്ഞാൽ ഏതാ, വേണ്ട കാർപ്പൽസ് ആർ ഫ്രൂട്ട്സ് അല്ലേ. കാർപ്പൽസ് ഫ്യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ സിൻ കാർപ്പസ്. അപ്പോ കാർപ്പസ് എന്ന് പറഞ്ഞാൽ ഏതാ, കാർപ്പൽസ് ആർ ഫ്രീ ആണ്. അപ്പോൾ ഇതിൽ മൈക്കേലിയ പോലെയുള്ള പ്ലാന്റുകളിൽ അല്ലേ, മൈക്കേലിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട്, അനോന എന്ന് പറഞ്ഞ പ്ലാന്റ് ഉണ്ട്. ഇതിലൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വേണ്ട കാർപ്പൽസ് ആർ ഫ്രീ ആണ്. അല്ലെങ്കിൽ ലോട്ടസ് ഉണ്ട്, പിന്നെ ഏതാ, റോസ് ഉണ്ട്. ഇതിലൊക്കെ കാർപ്പൽ ഫ്രീ ആയിട്ടാണ്. അപ്പോൾ അങ്ങനെ കാർപ്പൽ ഫ്രീ ആയിട്ടാണ് അതിന് വിളിക്കുന്ന പേരെന്താ, അപ്പോ കാർപ്പസ്. ഇനി കാർപ്പൽ ഫ്യൂസ് ചെയ്തിട്ടാണ് ഏതാ, സിൻ കാർപ്പസ്. പപ്പാവർ ഉണ്ട്, ദെൻ പിന്നെ ഏതാ, ഹിബിസ്കസ്, ചൈന റോസ്, അതൊക്കെ സിൻ കാർപ്പസ് എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്നത്. ഇനി അപ്പോ കാർപ്പസ് വരുന്ന ഏതൊക്കെയാണ്, മൈക്കേലിയാണ്. സെക്കൻഡ് ഇയർ ടെസ്റ്റിലുള്ള ഫസ്റ്റ് ഇയർ മോർഫോളജി ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം അതെല്ലാം മൈക്കേലിയ അല്ല, ലോട്ടസും റോസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ വരെ ഇപ്പോൾ നോക്കുക, ഐഡൻറ്റിഫൈ ചെയ്ത പ്ലാന്റ് പാർട്ട്. അത് മൾട്ടി കാർപ്പലറി അപ്പോ കാർപ്പസ് പിസ്റ്റിൽ ഓഫ് മൈക്കേലി, ദെൻ മൾട്ടി കാർപ്പൽ സിൻ കാർപ്പ് പിസ്റ്റിൽ ഓഫ് മൈക്കേലി, ദെൻ മൾട്ടി കാർപ്പൽ സിൻ കാർപ്പ് പിസ്റ്റിൽ ഓഫ് പപ്പാവർ, മൾട്ടി കാർപ്പൽ അപ്പോ കാർപ്പ് പിസ്റ്റിൽ ഓഫ് പപ്പാവർ. ആൻസർ ഏതാണ്, എ ആണ് വരിക. കാരണം ഏതാ, മൾട്ടി കാർപ്പലറി അപ്പോ കാർപ്പസ് പിസ്റ്റിൽ ഓഫ് മൈക്കേലിയ. മൈക്കേലിയ എന്ന് പറഞ്ഞാൽ ഏതാ, ചെമ്പകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ കാർപ്പൽ നമുക്കിങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് അപ്പോ കാർപ്പസ്. അപ്പോ കാർപ്പസ്, സിൻ കാർപ്പസ്. അതിൽ അപ്പോ കാർപ്പസ് എന്ന് പറഞ്ഞാൽ വെൻ ദ കാർപ്പൽസ് ആർ ഫ്രീ, സിൻ കാർപ്പസ് എന്ന് പറഞ്ഞാൽ വെൻ ദ കാർപ്പൽസ് ആർ ഫ്യൂസ്. അപ്പോൾ അതിൽ അപ്പോ കാർപ്പസ് ആയിട്ടുള്ള ഏതാണ്, എക്സാമ്പിളാണ് ഏതാ, മൈക്കേലിയ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കും. ഇനി അടുത്ത് നോക്കുക, ഇൻ ദ ഗിവൺ ഡയഗ്രാം പാർട്സ് ലേബിൾഡ് എ ടു എഫ് റെസ്പെക്റ്റീവ്ലി ഐഡൻറ്റിഫൈഡ്. അപ്പോൾ അത് ആ ക്രമമൊക്കെ തെറ്റിച്ച് തരും, നിങ്ങളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നെ നോക്കുക, ക്രമമൊക്കെ തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എ എന്ന് പറയുന്നത് അല്ലേ, എ ഇവിടെ കൊടുത്തിരിക്കുന്ന ഏറ്റവും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്, ഈയുടെ തൊട്ട് മുകളിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഏതാ,
സിനർജിഡ്സ് ആണ് അല്ലേ. അപ്പോൾ മെച്ചുവർ എംബ്രിയോസാക്കിൻ്റെ ഇത് നിങ്ങൾക്ക് അറിയുന്നില്ലേ. അപ്പോൾ മെച്ചുവർ എംബ്രിയോസാക്കിൽ അപ്പോൾ ഇവിടെ കാണിച്ച പ്രകാരം സലാസൽ എൻഡ് എന്ന് പറയുന്നതിൽ ഏത് വരും? ആൻറ്റിപോഡൽസ് ആണ് വരുന്നത്. മൈക്രോപൈലാർ എൻഡിൽ വരുന്നതാണ് ഏതാ? ആ എഗ് അപ്പാരറ്റസിൽ 2 പാർട്ട്, ഒരു എഗ്ഗും 2 സിനർജിഡ്സും ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലുള്ള ഫിലിഫോം അപ്പാരറ്റസ് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. പിന്നെ ഏതാ? സെൻട്രൽ സെല്ല് ക്യാരി, പോളാർ ന്യൂക്ലി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ അതിൽ നോക്കുക. അപ്പോൾ അതിൽ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന ആൻറ്റിപോഡൽസ് ആണ്. പിന്നെ ഏതാ? പോളാർ ന്യൂക്ലി ഉണ്ട്, സെൻട്രൽ സെല്ലുണ്ട്, എഗ് ഉണ്ട്, ദെൻ സിനർജിഡ്സ് ഉണ്ട്, ഫിലിഫോം അപ്പാരറ്റസ് ഉണ്ട്. അപ്പോൾ അത്രയാണ് അതിൽ ലേബൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പല ABC എന്നുള്ള ക്രമത്തിൽ മുകളിൽ താഴോട്ട് കൊടുക്കേണ്ടവർ പല വിധത്തിലാണ് ലേബൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം A നമുക്ക് ഉറപ്പായിട്ട് ഏതാ കൊടുക്കാൻ പറ്റുള്ളൂ? സിനർജിഡാണ് കൊടുക്കാൻ പറ്റുള്ളൂ. B ഏതാ കൊടുക്കാൻ പറ്റുള്ളൂ? ഏതാ? പോളാർ ന്യൂക്ലിയാണ്. C ഏതാ കൊടുക്കാൻ പറ്റുള്ളൂ? സെൻട്രൽ സെല്ലാണ് കൊടുക്കാൻ പറ്റുള്ളൂ. D ഏതാണ്? ആൻറ്റിപോഡൽസ് അല്ലേ. E ഏതാണ് കൊടുക്കാൻ പറ്റും? ഫിലിഫോം അപ്പാരറ്റസ്. ദെൻ F ഏതാണ്? എഗ്. ഓക്കെ. അപ്പോൾ A to F കിട്ടിയില്ലേ. അപ്പോൾ ആൻസർ ഏതാ കൊടുക്കാൻ പറ്റുള്ളൂ? A ആണ് കൊടുക്കാൻ പറ്റുക. ഓക്കെ. ദെൻ പിന്നെ അടുത്ത് നോക്കുക. ഇൻ ദ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് വിത്തിൻ ദ ഓവ്യൂൾ ദ ഓസ്പോർ അല്ലെങ്കിൽ സൈഗോട്ടിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഏതാ? ഓസ്പോർ. അപ്പോൾ അതിൽ ഓസ്പോർ ഓർ സൈഗോട്ട് ഫോംസ് ദ ഡാഷ് വൈൽ ഇൻ ഫെർട്ടിലൈസ്ഡ് ഫ്യൂഷൻ ആൻഡ് ന്യൂക്ലിയർ അത് പ്രോഡക്റ്റ് ഓഫ് ട്രിപ്പിൾ ഫ്യൂഷൻ ഡെവലപ്പ് ഡാഷ് റെസ്പെക്റ്റീവ്ലി അല്ലേ. അപ്പോൾ അതേതാ? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ വിത്തിൻ ദ ഓവ്യൂൾ ഓസ്പോർ അതായത് സൈഗോട്ട് ഫോംസ് ഏതാ കൊടുക്കാൻ പറ്റുള്ളൂ? സൈഗോട്ട് ഏതായിട്ടാണ് മാറുന്നത്? എംബ്രിയോ ആയിട്ടാണ് മാറുന്നത് അല്ലേ. പിന്നെ ഏതാ? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്ന സംഭവം എന്തായിട്ട് മാറും? എൻഡോസ്പേം ആയിട്ട് മാറും. ട്രിപ്പിൾ ഫ്യൂഷൻ്റെ പ്രോഡക്റ്റ് അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സിൻഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിൻഗമി എന്ന് പറയുന്നതിൻ്റെ പ്രോഡക്റ്റ് ഏതാണ്? സൈഗോട്ടാണ്. സൈഗോട്ടിൽ നിന്ന് ഉണ്ടാകുന്ന സാധനം ഏതാണ്? എംബ്രിയോ ആണ് അല്ലേ. ട്രിപ്പിൾ ഫ്യൂഷൻ്റെ പ്രോഡക്റ്റാണ് ഏതാ? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏതാ? എൻഡോസ്പേം. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? എംബ്രിയോ ആൻഡ് എൻഡോസ്പേം. അപ്പോൾ ആൻസർ ഏതാണ്? B. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ് ഈസ് ടു അല്ലേ. ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫിലിഫോം അപ്പാരറ്റസിൻ്റെ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നതിന് അതിൽ ആ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മാറ്റിക് സർഫേസിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നടക്കേണ്ട ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഏത് പേരിൽ അറിയപ്പെടുന്നത്? പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ആ പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് സക്സസീവായിട്ടുള്ള അതിൽ സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളൻ പിസ്റ്റിൽ ഇൻ്ററാക്ഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ പോളൻ ട്യൂബ് കൃത്യമായിട്ട് സ്റ്റൈലിലൂടെ ഇങ്ങനെ വളർന്നു പോകും. അങ്ങനെ സ്റ്റൈലിലൂടെ വളർന്നു പോയിട്ട് എവിടെ എത്തും? ഓവ്യൂളിൻ്റെ അടുത്തെത്തും അല്ലേ. അപ്പോൾ ഓവ്യൂളിൻ്റെ അടുത്തുള്ള ആ എംബ്രിയോസാക്കിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മൈക്രോപൈലിലൂടെ എൻ്റർ ചെയ്യണം. അപ്പോൾ മൈക്രോപൈലിലൂടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വരുന്ന പോളൻ ട്യൂബിലെ ഗമീറ്റ്സിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ള പാർട്ടാണ് ഏതാ? സിനർജിഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഒരു സിനർജിഡ് പെട്ടെന്ന് തന്നെ റിസീവ് ചെയ്യുന്നു, മറ്റേ സിനർജിഡ് ഉടനെ തന്നെ ഡീജനറേറ്റ് ചെയ്യുന്നു. ഒരെണ്ണം അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പോൾ തന്നെ മറ്റേ ഡീജനറേറ്റ് ചെയ്ത് തുടങ്ങും. അവ രണ്ടിൽ ഏതാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാനും പറ്റില്ല. 2 സിനർജിഡാണ് ഒരിക്കലും സറൗണ്ട് ചെയ്തിങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൽ സിനർജിഡ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസീവ് ചെയ്ത ഇതിനെ ഏതാ? മെയിൽ ഗമീറ്റിനെ റിസീവ് ചെയ്ത പോളൻ ട്യൂബിൽ നിന്നുള്ള ഇതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ള അല്ല കൃത്യമായിട്ട് സിനർജിൻ്റെ ഒരു പൊസിഷനിൽ കൊണ്ടു നിർത്തണം. എന്നാലാണ് സിനർജിഡ് അതിനെ എവിടേക്ക് പുഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ? എഗ്ഗിലോട്ടും പോളാർ ന്യൂക്ലിയയിലോട്ടൊക്കെ പുഷ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സിനർജിഡ്സിനെ ആ വരുന്ന വരവിൽ ഇതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ള അല്ലേ മെയിൽ ഗമീറ്റ്സിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയുള്ള പാർട്ടാണ് ഏതാ? ഈ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ടെസ്റ്റ് കൃത്യമായിട്ട് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്. എൻട്രി ഓഫ് പോളൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സിനർജിഡിലോട്ട് പോളൻ ട്യൂബിൻ്റെ ഉള്ളിലുള്ള ഗമീറ്റ്സ് എങ്ങനെയും എൻ്റർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ഗൈഡ് ചെയ്യുന്ന ആളാണ് ആര്? ഫിലിഫോം അപ്പാരറ്റസ്. അപ്പോൾ ആൻസർ ഏത് കൊടുക്കാൻ പറ്റുള്ളൂ? D ആണ് ആൻസർ കൊടുക്കാൻ പറ്റുന്നത്. ഡോഗാണ് ആൻസർ. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. നോൺ ആൽബുമിനസ് സീഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അല്ലേ. നോൺ ആൽബുമിനസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന് അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് എൻഡോസ്പെമിക്കും നോൺ എൻഡോസ്പെമിക്കും കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ എൻഡോസ്പെമിക് സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മെച്വർ സീഡ് വിത്ത് എൻഡോസ്പെമാണ്. അതായത് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ എൻഡോസ്പേം ബാക്കി ഉണ്ടാവും അല്ലേ. സീഡ് മെച്വർ ആയി കഴിഞ്ഞാൽ എൻഡോസ്പേം ബാക്കിയുണ്ട്. അതാണ് ഏതാ? എൻഡോസ്പേമിക് സീഡ് അല്ലെങ്കിൽ ഏതാ? ആൽബുമിനസ് സീഡ്. ഇനി നോൺ എൻഡോസ്പേമിക് അല്ലെങ്കിൽ ഏതാ? എക്സ് ആൽബുമിനസ് അല്ലെങ്കിൽ ഏതാ? നോൺ ആൽബുമിനസ്. ആ ടൈമിൽ അറിയപ്പെടുന്ന ഏതാ? സീഡ് വിത്തൗട്ട് എൻഡോസ്പേം ആണ് അല്ലേ. അപ്പോൾ മോണോക്കോട്ടിൻ്റെ ക്യാരക്ടറാണ് ഏതാ? എൻഡോസ്പേമിക് സീഡ്. എന്നാൽ ഡൈക്കോട്ടിൽ ഏതുണ്ടാവില്ല? എൻഡോസ്പേം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം മേസ് കാസ്റ്ററോ അല്ല കാസ്റ്ററാണ് കേട്ടോ. കാസ്റ്റർ വീറ്റ് അതൊക്കെ ഏതാണ്? എൻഡോസ്പെമിക്കാണ്. അപ്പോൾ കാസ്റ്റർ ഡൈക്കോട്ടാണ്. പക്ഷേ ഒരു എക്സെപ്ഷൻ കേസാണ്. ഡൈക്കോട്ടിൽ സാധാരണ എൻഡോസ്പെം ഉണ്ടാവില്ല. കാസ്റ്റർ സൺഫ്ലവർ അതിലൊക്കെ ഏതിൻ്റെ പ്രസൻസാണ്? ഒരു റെയർ ആയിട്ടുള്ളൊരു എക്സെപ്ഷൻ കേസാണ്. അതിലേത്? എൻഡോസ്പെമിക്കാണ്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്? P ആണ് വരുന്നത്. Pയിൽ നോൺ ആൽബുമിനസ് ആണ്. ഓക്കെ. ഇനി അടുത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ആൻസർ ഏതാ? ആറാമത്തിൻ്റെ ആൻസർ ഏതാ? D അല്ലേ. അടുത്ത് നോക്കാം. ഏഴാമത്തെ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സീഡ് പൊസസ് എൻഡോസ്പെം അലൂറോൺ ലെയർ ആൻഡ് സ്ക്യൂട്ടല്ലം അല്ലേ. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്ററിൽ അവസാനം കുറേ സീഡിൻ്റെയും ഫ്രൂട്ടിൻ്റെയും ഒക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിൽ കൃത്യമായിട്ട് മോണോക്കോട്ട് പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം മോണോക്കോട്ട് സീഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞിട്ട് മെയ്സിൻ്റെ സീഡ് ഗ്രെയിൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ആ ഒരു അതിൽ ഫിഗർ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഏതിൻ്റെയൊക്കെ പിക്ചർ, ഒന്ന് പീയുടെ പിക്ചറുണ്ട്, പിന്നെ ഏതാ കാസ്റ്ററിൻ്റെ പിക്ചറുണ്ട്, പിന്നെ ഒനിയൻ്റെ പിക്ചറുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഏതിൻ്റെ പിക്ചറുണ്ട്, മെയ്സിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ഏതാ സീഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെയും സ്ട്രോബെറീൻ്റെയും ഫ്രൂട്ടിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പിക്ചർ കൊടുത്തിരിക്കുന്നതിൽ അതിൽ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അതൊക്കെ അതിൽ ചോദിക്കാനുള്ളത് അതിൽ ആ കാസ്റ്ററിൻ്റെ പിക്ചറൊക്കെ തന്നിട്ട് മേ ബി എൻഡോസ്പെമി ഡൈക്കോട്ട് സീഡാണ് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുക. അപ്പോൾ ആ പിക്ചറുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് സ്കൂട്ടറിൽ ഇതൊക്കെ ഉള്ള ഏതിലാണ്, മെയ്സ് ഗ്രെയിനിലാണുള്ളത് അല്ലേ. ബാക്കിയുള്ളതിൽ സ്കൂട്ടറിലും എൻഡോസ്പെമി അലൂറോൺ ലെയർ എന്ന് പറഞ്ഞൊന്നുമില്ല. അപ്പോൾ അതിനെ അസോസിയേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. ഈ അലൂറോൺ ലെയർ എന്ന് പറയുന്നത് എൻഡോസ്പെമിൻ്റെ പാർട്ടായിട്ടാണ് കൺസിഡർ. എൻഡോസ്പെമിൻ്റെ പ്ലോയിഡ് എന്താ, ട്രിപ്ലോയിഡ് ആണ്. അതിനെ കവർ ചെയ്യുന്ന പ്രോട്ടീൻ റിച്ച് ലെയറാണ് ഏത്, അലൂറോൺ ലെയർ. അതും എന്താണ്, ട്രിപ്ലോയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പ്ലോയിഡി ലെവൽ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞു വരും. കുറേ സ്ട്രക്ചർ തന്നിട്ട് അതിൻ്റെ പ്ലോയിഡി ലെവൽ എഴുതാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അലൂറോൺ ലെയർ, സ്ക്യൂട്ടെല്ലാം, എൻഡോസ്പെം ഇതെല്ലാം കാണപ്പെടുന്ന ഏതിലാണ്, മെയ്സിൻ്റെ സീഡ് ഗ്രെയിൻസ് ആണ്. അപ്പോൾ മെയ്സ് ആണ് ആൻസർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആൻസർ ഏതാ, 7th ആൻസർ ഏതാണ്, ഡി ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 8th വേണം ഇവിടെ നോക്കുക. സെലക്ട് ദ പ്ലാന്റ്സ് പോളിനേറ്റഡ് ബൈ വാട്ടർ അല്ലേ. വാട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി പോളിനേഷൻ നടക്കുന്ന പ്ലാന്റുകൾ. വാട്ടർ ഹയാസിൻ ഓർ ടെറർ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബ്ലമാറ്റിക് അക്വാട്ടിക് വീഡ്സ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ഏതായിരുന്നു, ഐക്കോർണിയ ക്രാസിപ്പസ് ആണ് അല്ലേ. അത് ഹൈഡ്രോഫിലി അല്ല ഫോളോ ചെയ്യുന്നത് അല്ലേ. ഹൈഡ്രോഫിലി എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഹെൽപ്പോടുകൂടിയ പോളിനേഷൻ. പക്ഷേ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൽ കൃത്യമായിട്ട് ഏതാ, ഇൻസെക്റ്റിൻ്റെ അല്ലെങ്കിൽ വിൻഡിൻ്റെ ഹെൽപ്പോടുകൂടിയ പോളിനേഷനാണ് ഫേവർ ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിൽ ഒരു സെൻറ്റൻസ് ഉണ്ട്, വാട്ടർ ഹയാസിൻ എന്താണ്, വാട്ടറിലില്ല അല്ലേ. വളരുന്ന എവിടെയാണ്, വാട്ടറിലാണ്. പക്ഷേ ഫോളോ ചെയ്യുന്ന ഏതാ, ഒന്നുകിൽ വിൻഡ് പോളിനേഷൻ അല്ലെങ്കിൽ ഏതാ, എൻഡമോഫിലി ഇൻസെക്റ്റിൻ്റെ ഹെൽപ്പോടുകൂടിയുള്ള പോളിനേഷൻ ആയിരിക്കും. അപ്പോൾ അത് വാട്ടർ ഹയാസിൻ്റെ അല്ല. പിന്നെ സോസ്റ്റേറ എന്ന് പറയും മറൈൻ സീഗ്രാസ് എന്നറിയപ്പെടുന്നത്. അതിൽ ഹൈഡ്രോഫിലിയാണ്, ശരിയാണ്. പിന്നെ അടുത്ത ഏതാ, അമോർപ്പോഫാലസ് അല്ലേ. അമോർപ്പോഫാലസ് എന്ന് പറയുന്നത് അതിൽ വരുന്ന ഏതാണ്, അമോർപ്പോഫാലസ് ചേന അല്ലേ. അപ്പോൾ അതും എങ്ങനെയുള്ള ഹൈഡ്രോഫിലി ഫോളോ ചെയ്യുന്നതല്ല, വാലിസ്നേരിയ ഹൈഡ്രോഫിലി ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ആൻസർ ഏതാ, സോസ്റ്റേറയും പിന്നെ ഏതാണ്, വാലിസ്നേരിയാണ് അല്ലേ. പിന്നെ അമോർഫോഫാലസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെജിറ്റേറിയൻ പ്രൊപ്പഗേഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് കോമാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അമോർഫോഫാലസ് എന്ന് പറയുന്നതിൽ എൻഡമോഫിലിയാണ്. ഫ്ലവറുമായിട്ട് റിലേറ്റ് ചെയ്ത് പോളിനേഷൻ നടക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്, അത് ഏതാ, എൻഡമോഫിലിയാണ്. അപ്പോൾ ഇതിൽ ഹൈഡ്രോഫിലി ഫോളോ ചെയ്യുന്ന രണ്ടെണ്ണമാണ് ഏതാ, സോസ്റ്റർ ആൻഡ് വാലിസ്നേറി. അപ്പോൾ ആ പോളിനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പോളിനേഷൻ നീറ്റായിട്ട് പഠിക്കുക. അപ്പോൾ അതിലുണ്ടാവും സോസ്റ്റേറ, വാലിസ്നേറിയ പോലെയുള്ള പ്ലാന്റുകളൊക്കെ ഏതാണ് ഫോളോ ചെയ്യുന്നത്, ഹൈഡ്രോഫിലിയാണ്. അപ്പോൾ ആൻസർ ഏത് വരും, സി വരും. ഓക്കെ, ബിയും ഡിയും ആണ് കറക്റ്റായിട്ടുള്ളത്. ഓക്കെ, പിന്നെ അപ്പോൾ നിങ്ങൾ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ നോക്കുകയാണെങ്കിൽ അല്ലേ, പോളിനേഷൻ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഏതാ, സെൽഫ് പോളിനേഷൻ, രണ്ടാമത്തെ ഏതാ, ക്രോസ് പോളിനേഷൻ. അതിൽ സെൽഫ് പോളിനേഷൻ വീണ്ടും രണ്ടായിട്ട് തിരിക്കും. ഒന്ന് ഏതാ, ഓട്ടോഗമി, രണ്ടാമത്തെ ഏതാ, ജീറ്റ്നോഗമി. അതിൽ ഓട്ടോഗമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവറാണ്. ഒരു ഫ്ലവറിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന പ്രോസസ്സാണ് ഏതാ, ഓട്ടോഗമി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏതാ, ജീറ്റ്നോഗമി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം പ്ലാന്റ് ആണ്. ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ ഫ്ലവർ ടു ഫീമെയിൽ ഫ്ലവറിലോട്ട് നടക്കുന്നതാണ് ഏതാ, ജീറ്റ്നോഗമി എന്ന് പറയുന്നത്. പിന്നെ ഏതാ, അത് രണ്ടും ഒറ്റ പ്ലാന്റിൽ നടക്കുന്നതുകൊണ്ട് എന്ത് വിളിക്കുന്നു, ഏതാ, സെൽഫ് പോളിനേഷൻ എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ക്രോസ് പോളിനേഷൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ക്രോസ് പോളിനേഷൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വ്യത്യസ്ത പ്ലാന്റിൽ, അതായത് മെയിൽ പ്ലാന്റ് ടു ഫീമെയിൽ പ്ലാന്റിൽ നടക്കുന്നതാണ് ഏതാ, ക്രോസ് പോളിനേഷൻ. അപ്പോൾ ക്രോസ് പോളിനേഷൻ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഏത് പ്ലാന്റുകളായിരിക്കും, സിനോഗമി ഓർ അലോഗമി അല്ല, മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റ് ആണ്. അപ്പോൾ അതായത് എങ്ങനെയുള്ള പ്ലാന്റുകളാണ്, യൂണിസെക്ഷൽ ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് ഫോളോ ചെയ്യുക അല്ലേ. യൂണിസെക്ഷൽ അല്ലെങ്കിൽ ഏതാ, ഡയേഷ്യസ് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഏത് ഫോളോ ചെയ്യുന്നത്, സിനോഗമിക്ക് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയൊക്കെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതിൽ ഇതിൻ്റെ ഇപ്പോൾ സിനോഗമി അല്ലെങ്കിൽ ജീറ്റ്നോഗമി നടക്കണമെങ്കിൽ ഏതെങ്കിലും ഏജൻസിൻ്റെ ഹെൽപ്പൊക്കെ വേണം. അപ്പോൾ ഏജൻസിൻ്റെ ഹെൽപ്പോടുകൂടി നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഏജൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് നടക്കുള്ളൂ. ഏതെങ്കിലും ഒരു ഏജൻറ്റ് വേണം. അപ്പോൾ അതിൽ വാട്ടറിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഏതാ, ഹൈഡ്രോഫിലി, വിൻഡിൻ്റെ ഹെൽപ്പോടുകൂടി അനിമോഫിലി, ഇൻസെക്റ്റിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഏതാ, എൻഡമോഫിലി. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ കൊടുക്കാൻ പറ്റുന്ന 8ാമത്തെ ആൻസർ സി ആണ്. അതായത് സെലക്ട് ദ പ്ലാന്റ്സ് പോളിനേറ്റഡ് ബൈ വാട്ടർ, ഹൈഡ്രോഫിലി ഫോളോ ചെയ്യുന്ന പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. പിന്നെ ആൻസർ ഏതാണ്, സി ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. ബോത്ത് ബി ആൻഡ് ഡി ആണ് ആൻസർ വരുന്നത്. സി ആണ് ആൻസർ കൊടുക്കാൻ പറ്റുന്നത് ഏത്, സോസ്റ്റേറിയും വാലിസ്നേറിയും. ഓക്കെ, ഇനി അടുത്ത് നോക്കുക 9th ക്വസ്റ്റ്യൻ. അതിൽ ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ, ശരി അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് നോക്കുക. ദ പോളൻ ഗ്രെയിൻസ് റെപ്രസെൻറ്റ് ദ ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്. പോളൻ ഗ്രെയിൻ റെപ്രസെൻറ്റ് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്. ഫീമെയിൽ ഗമീറ്റോഫൈറ്റ് ആണോ പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞത്, അല്ല. പോളൻ ഗ്രെയിൻ ഏതാണ്, മെയിൽ ഗമീറ്റോഫൈറ്റ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത ഏതാ, പോളൻ ഗ്രെയിൻസ് ആർ ജനറലി ലീനിയർ മെഷറിങ് അബൌട്ട് 25 to
50 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. അല്ല, ലീനിയർ ആണോ? അല്ല, സ്പെറിക്കൽ ആയിട്ടുള്ളതാണ്. കൃത്യമാണ്, ഡയമീറ്റർ ഒക്കെ ശരിയാണ്, 25 to 50 ആണ്. പക്ഷേ അതിൻ്റെ ഷേപ്പ് ലീനിയർ അല്ല. എങ്ങനെയാണ് വരുന്നത്? ലീനിയർ ടെട്രാഡ് എന്ന് പറഞ്ഞ ഫോമിലല്ല, സ്പെറിക്കൽ ആയിട്ടുള്ള ഇതാണ്. പോളൻ എല്ലാം കൂടെ ഇങ്ങനെ ചേർന്നിരിക്കുന്നത്, അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറ്റില്ല, ജനറലി ലീനിയർ പറ്റില്ല. ദെൻ മെഗാസ്പോർ ഡിവൈഡ്സ് ട്വൈസ് ടു ഫോം ആൻ 8 ന്യൂക്ലിയേറ്റഡ് എംബ്രിയോസ്. മെഗാസ്പോർ എന്ന് പറയുന്നത് അല്ലേ, ഇപ്പോൾ മെഗാസ്പോറോജനിസിസ് നടന്ന് മെഗാസ്പോർട്സ് ഉണ്ടായെന്ന് വിചാരിക്കുക അല്ലേ. മെഗാസ്പോറോജനിസിസ് പറഞ്ഞാൽ എന്താ? ഫോർമേഷൻ ഓഫ് മെഗാസ്പോർട്സ് ഫ്രം മെഗാസ്പോർ മദർ സെല്ലാണ് ഏതാ? മെഗാസ്പോറോജനിസ്. അപ്പോൾ അതിൽ മെഗാസ്പോർട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഫങ്ഷണൽ മെഗാസ്പോർ 3 പ്രാവശ്യം കാരിയോകൈനസ് നടക്കും. ടൈസ് അല്ല, ട്രൈസ് ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു കാരിയോകൈനസ് നടന്ന് 2 ആയിട്ട് മാറി, അടുത്ത് നടന്ന് 4, അടുത്ത് എത്രയായിട്ട് മാറി? 8 ആയിട്ട് മാറി. 8 ആയിട്ട് മാറിയതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ അറേഞ്ച്മെൻറ്റ് നടക്കും. അങ്ങനെ ന്യൂക്ലിയസിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ന്യൂക്ലിയർ അറേഞ്ച്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് നടക്കും? സൈറ്റോകൈനസിസ് നടക്കും. ഓക്കെ, അങ്ങനെ സൈറ്റോകൈനസിസ് ഒക്കെ നടക്കും. അപ്പോൾ ആ സെൻറ്റൻസ് ഏതാ? ടൈസ് അല്ല, ത്രൈസ് ആണ് വരേണ്ടത്. മെഗാസ്പോർ ഡിവൈഡ്സ് ടൈസ് ടു ഫോം 8 ന്യൂക്ലിയർ എംബ്രിയോസ് ആക്കുക, അങ്ങനെയല്ല, ത്രൈസ് ആണ് വരേണ്ടത്. അപ്പോൾ ആ സെൻറ്റൻസ് തെറ്റാണ്. ദെൻ പോളൻ ഗ്രെയിൻ എക്സൈൻ ഹാസ് പ്രോമിനൻറ്റ് അപ്രൈസർ കോൾഡ് ജേംബോർ വെയർ സ്പോറോപൊളൻ ഈസ് പ്രസൻറ്റ്. അല്ലേ, അവിടെ സ്പോറോപൊളൻ പ്രസൻ്റ് ആണോ? അല്ല അല്ലേ. അപ്പോൾ സ്പോറോപൊളൻ ആബ്സെൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഏതെന്ന് വിളിക്കുന്നത്? പോളൻ ഗ്രെയിൻ എക്സൈൻ ഹാസ് പ്രോമിനൻറ്റ് അപ്രൈസർ നോൺ ആസ് ഏതാ? ജേംബോർ വേർ സ്പോറോപൊളൻ ഈസ് ആബ്സെൻ്റ് ആണ് വരേണ്ടത്. അപ്പോൾ നോക്കിയതിൽ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ എത്ര എണ്ണാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നാമത്തെ നോക്കുക, പോളൻ ഗ്രെയിൻ റെപ്രസെൻ്റ് ഫീമെയിൽ ഗമീറ്റോഫൈറ്റ്. അപ്പോൾ അത് തെറ്റാണ്. എന്താണ് കാരണം? ഏതാ? മെയിൽ ഗമീറ്റോഫൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തെറ്റാണ് ഇല്ലേ. ദെൻ പോളൻ ഗ്രെയിൻസ് ആർ ജനറലി ലീനിയർ, അതും തെറ്റാണ്, സ്പെറിക്കലാണ്. ദെൻ മെഗാസ്പോർ ഡിവൈഡ്സ് ട്വൈസ് അല്ലേ. മെഗാസ്പോർ അടുത്ത 2 ഡിവിഷൻ അല്ല 3 ഡിവിഷൻ വരണം. അപ്പോൾ അതും തെറ്റാണ്. പോളൻ ഗ്രെയിൻസ് ഹാസ് പ്രോമിനൻറ്റ് അപ്രൈസർ കോൾഡ് ജേംബോർ വേർ സ്പോറോപൊളൻ ഈസ് പ്രസൻറ്റ് എന്നാണ്, ആബ്സെൻ്റ് എന്നാണ്. അപ്പം ആ തന്നിരിക്കുന്ന 4 സെൻറ്റൻസും തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാ കൊടുക്കാൻ പറ്റും? ഡി ആണ് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഡി ആണ് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, 4 സെൻറ്റൻസ് തെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. An organic substance that can withstand environmental extremes and cannot be degraded by any enzyme. അല്ല, അപ്പോൾ ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്? സ്പോറോപൊളിനാണ്. ലിഗ്നിൻ സെല്ലുലോസ് ക്യൂട്ടിക്കളല്ല, സ്പോറോപൊളിൻ. അപ്പോൾ ആൻസർ ഏത് കൊടുക്കാൻ പറ്റുള്ളൂ? എ ആണ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആൻസർ എ ആണ്. അപ്പോൾ an organic substance that can withstand environmental extremes and cannot be degraded by any enzyme എന്ന് പറയുന്നത് സ്പോറോപൊളിനാണ് ഇല്ലേ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു പോളൻ ഗ്രെയിന് 2 ലെയർ ഉണ്ട്. ഔട്ടർ ലെയർ നോണസ് ഏതാ? എക്സൈൻ. ഇന്നർ ലെയർ നോണസ് ഏതാ? ഇൻഡൈൻ. അതിൻ്റെ ഉള്ളിൽ വെജിറ്റേറ്റീവ് സെല്ല്, ജനറേറ്റീവ് സെല്ലൊക്കെ ഉണ്ട്. അപ്പം ഈ എക്സൈൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളതാണ്. അതിന് കാരണം ഈ സ്പോറോപൊളിൻ്റെ ഒക്കെ ഇതിൻ്റെ പ്രസൻസുള്ള ഏറ്റവും ഹാർഡായിട്ടുള്ളതാണ്. അതിൻ്റെ ഇങ്ങനെ ഒരു ഫറോ ഫോർമേഷൻ എന്നൊക്കെ പറയും, നല്ല ഭംഗിയുള്ള ഒരു സംഭവമായിട്ട് മാറ്റും. പിന്നെ അതില്ലാത്ത ആ റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് ഏതാ? ജേംബോർ. അതൊക്കെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്? പോളൻ ട്യൂബൊക്കെ എമർജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആൻസർ ഏതാ? 10ാമത്തെ ആൻസർ ഇതിൽ പ്രകാരം ഏതാ കൊടുക്കാൻ പറ്റുള്ളൂ? സ്പോറോപൊളിനാണ് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ആൻസർ എ ആണ്. ഓക്കെ, അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 11ാമത്തെ ക്വസ്റ്റ്യനിൽ ദ കോക്കനട്ട് വാട്ടർ ആൻഡ് ദി എഡിബിൾ പാർട്ട് ഓഫ് കോക്കനട്ട് ആർ ഇക്വലൻറ്റ് ടു. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് പറഞ്ഞ് പ്ലാന്റ് പഠിക്കുന്നതാണ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിൽ ഒന്നാമത്തെ നടക്കുന്ന പ്രോസസ്സാണ് ഏതാ? ഇതിൻ്റെ എൻഡോസ്പേം ഫോർമേഷൻ അല്ലേ. രണ്ടാമത് നടക്കുന്നതാണ് ഏത്? എംബ്രിയോ ഫോർമേഷൻ. കാരണം എൻഡോസ്പേം ഉണ്ടായി അതിൽ നിന്ന് ന്യൂട്രിയൻസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഏതുണ്ടാവുള്ളൂ? എംബ്രിയോ ഉണ്ടാവുള്ളൂ അല്ലേ. സൈഗോട്ടിന് വളരാൻ ആവശ്യമായ ന്യൂട്രിയൻസ് കൊടുക്കുന്നത് എൻഡോസ്പേമാണ്. അപ്പോൾ ആദ്യം നടക്കേണ്ടത് എൻഡോസ്പേം ഫോർമേഷനാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കോക്കനട്ട് വാട്ടർ ആൻഡ് ദി എഡിബിൾ പാർട്ട് ഓഫ് കോക്കനട്ട് ആർ ഇക്വലൻറ്റ് ടു അല്ലേ. അപ്പോൾ അതിൽ എൻഡോകാർപ്പ്, മീസോകാർപ്പ്, എംബ്രിയോ, എൻഡോസ്പേം. ഏത് ആൻസർ ഏതാ? എൻഡോസ്പേം ആണ് അല്ലേ. അപ്പോൾ അതിൽ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ് ഏതാ? കോക്കനട്ട് വാട്ടർ. സെല്ലുലാർ എൻഡോസ്പേം എന്നറിയപ്പെടുന്നതാണ് ഏതാ? വൈറ്റ് കേണൽ, തേങ്ങ എന്നൊക്കെ പറയും. തേങ്ങ വെള്ളം. അപ്പോൾ ആ തേങ്ങ വെള്ളമാണ് ഏതാ? ആ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. ദെൻ അതിന് ശേഷം ഉണ്ടായി വൈറ്റ് കേണൽ എന്ന് പറയുന്ന സംഭവമാണ് ഏതാ? ആ ഒരു സെല്ലുലാർ എൻഡോസ്പേം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാ? 11ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് വരുന്നത് അല്ലേ. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നില്ലേ. ഇനി അടുത്ത് നോക്കുക, 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് മെനി ഫ്രീ പിസ്റ്റിൽ ഇൻ ഫ്ലവേഴ്സ് ഓഫ് അല്ലേ. അപ്പോൾ അതായത് ഫ്രീ പിസ്റ്റിൽ എന്ന് പറയുമ്പോൾ അതേതാണ്? നമ്മൾ ആദ്യം പറഞ്ഞാണ് ഓൾറെഡി. ഏതെല്ലാം? ഇതിൽ അപ്പോ കാർപ്പസ് എന്ന് പറയുന്ന കണ്ടീഷനിലാണ് ഫ്രീ പിസ്റ്റിൽസ് വരുന്നത് അല്ലേ. അപ്പോ കാർപ്പസും ഉണ്ട്, സിൻ കാർപ്പസും ഉണ്ട്. അപ്പോൾ അതിൽ സിൻ കാർപ്പസ് എന്ന് പറഞ്ഞാൽ ഏതാ? ആ ഫ്യൂസ്ഡ് ആയിട്ടുള്ള കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ് ആണ് സിൻ കാർപ്പസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഏതായിരുന്നു? ഇതിലിപ്പോൾ സിൻ കാർപ്പസ്, ഹിബിസ്കസ് ഉണ്ട്, പപ്പാവർ ഉണ്ട്. അപ്പോൾ അതൊക്കെ സിൻ കാർപ്പസ് ആണ് ഇല്ലേ. എന്നാൽ അപ്പോ കാർപ്പസ് എന്ന് പറയുന്നതിൽ +1 മോർഫോളജി പറയുന്നുണ്ട് ലോട്ടസും പിന്നെ റോസ് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മൈക്കേലിയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം അപ്പോ കാർപ്പസ് ഏതാണ്? ഫ്രീ ആയിട്ടുള്ള കാർപ്പലുള്ളത് അല്ലേ. അപ്പോൾ അതിൽ 12ാമത്തെ നോക്കുക. ഗൈനീഷ്യൻ കൺസിസ്റ്റ് ഓഫ് മെനി ഫ്രീ പിസ്റ്റിൽ ഇൻ ഫ്ലവേഴ്സ് ഓഫ് ഏതിലെ വരെയുള്ളൂ? മൈക്കേലിയയിലാണ് വരിക അല്ലേ. ടൊമാറ്റോയിൽ ഏതാണ് വരിക? ഏതാ? സിൻകാർപ്പസ്. പപ്പാവർ ഏതാ? സിൻകാർപ്പസ്. അലോയി ഏതാ? സിൻകാർപ്പസ്. അപ്പോൾ ഇതിൽ 12ാമത്തെ ആൻസർ ഇതിൽ ഏതാ? മൈക്കേലിയ അല്ലേ. അപ്പോ കാർപ്പസ് ആണ്. ഓക്കെ,
പിന്നെ അതിൻ്റെ നിങ്ങൾക്ക് അറിയുന്നില്ല അതൊക്കെ വൈക്കേലി എന്ന് പറയുന്നത് ചെമ്പകം. അപ്പോൾ അതിൻ്റെ പിക്ചറൊക്കെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലെ പിക്ചറൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുക. ഓക്കെ. പിന്നെ അതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതിൽ ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ നോക്കിയതിൽ ഫീമെയിൽ പ്ലാന്റ് ഈസ് ഡിപ്ലോയിഡ്. ഇപ്പോൾ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഏതാ 2n കണ്ടീഷൻ വരും അല്ലേ. ഫീമെയിൽ പ്ലാന്റ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. ദെൻ മെയിൽ പ്ലാന്റ് ഈസ് ടെട്രാപ്ലോയിഡ്. അപ്പോൾ മെയിൽ പ്ലാന്റ് ടെട്രാപ്ലോയിഡ് 4n ആണ് അല്ലേ. ദെൻ ഫൈൻഡ് ഔട്ട് ഈച്ച് കറക്റ്റ് മാച്ച്. ഓരോ കൃത്യമായിട്ടുള്ള ഏതാണെന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നോക്കാം. എംബ്രിയോ എന്ന് പറയുന്നത് ഒരു എംബ്രിയോ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സിൻഗമീൻ്റെ പ്രോഡക്റ്റ് സൈഗോട്ട് ആദ്യമായിട്ട് റിലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ സാധാരണഗതിയിൽ എങ്ങനെയായിരിക്കും എംബ്രിയോ എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൽ ഗമീറ്റിൻ്റെ എത്രയാണ്? ഇപ്പോൾ ഫീമെയിൽ പ്ലാന്റിലെ ഗമീറ്റ് എന്താണ്? n ആണ്. പക്ഷേ മെയിൽ പ്ലാന്റിലെ ഗമീറ്റ് എന്താണെന്ന് പറയുന്നുണ്ട് അവിടെ. ഇപ്പം ഇത് ഏതാണ് ടെട്രാപ്ലോയിഡ് ആകുമ്പോൾ ഗമീറ്റ് എത്ര? അതിൻ്റെ പകുതി 2n വരും. അപ്പോൾ n + 2n എത്ര വരും? 3n വരും അല്ലേ. ദെൻ എൻഡോസ്പേം എന്ന് പറയുന്നത് ഏതാണ്? മെയിൽ ഗമീറ്റ് വിത്ത് ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത് മെയിൽ ഗമീറ്റ് പ്ലസ് പോളാർ ന്യൂക്ലിയ. ഇപ്പോൾ പോളാർ ന്യൂക്ലിയ എന്ന് പറയുന്നത് 2n ആണ്. മെയിൽ ഗമീറ്റ് 2n 2n + 2n ഏതാ? 4n വരും. ഓക്കെ. ഇൻഡഗ്മെൻ്റ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് വരിക അല്ലേ. ഓവറി ഓവ്യൂൾ അതൊക്കെ ഡിപ്ലോയിഡ് വരും. അപ്പോൾ അതിൽ ഡിപ്ലോയിഡ് പ്ലാന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇൻഡഗ്മെൻ്റ് 2n. എഗ് എന്ന് പറയുന്ന ഗമീറ്റ് അല്ലേ n അല്ലേ. പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് ഏതാ? മെയിൽ ഗമീറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയിൽ ഗമീറ്റിൻ്റെ പ്ലോയിഡ് എന്ന് പറയുന്നത് 2n ആകുമ്പോൾ പോളഗ്രെയിനും എത്ര വരും? അത് 2n തന്നെ വരും. ഓക്കെ. അപ്പോൾ ആൻസർ അല്ലേ 3n 4n 2n n 2n അങ്ങനെ വരും. അതായത് എംബ്രോയുടെ പ്ലോയിഡ് എത്ര വരും? 3n. എൻഡോസ്പേമിൻ്റെ പ്ലോയിഡ് എത്ര വരും? 4n അല്ല. എൻഡോഗ്മെൻ്റെ പ്ലോയിഡ് എത്ര? 2n. എഗിൻ്റെ പ്ലോയിഡ് എത്ര? n. പോളഗ്രെയിൻ്റെ പ്ലോയിഡ് എത്ര? 2n. അപ്പോൾ ആൻസർ ഏതാ വരിക? ബി ആണ് ആൻസർ വരിക. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ടെസ്റ്റഡ് ക്വസ്റ്റൻ ഒക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയെങ്കിൽ ജസ്റ്റ് സിമ്പിളാണ്. ഇതങ്ങ് ആദ്യം എഴുതി വെച്ചാൽ മതി. ഇത് ആദ്യം എഴുതി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അല്ലേ ഫീമെയിൽ പ്ലാന്റ് മെയിൽ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 13ൻ്റെ ആൻസർ ചെയ്ത് വരും നമുക്ക് ബി ആണ് കൊടുക്കാൻ പറ്റുക. ഓക്കെ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദിസ് ഈസ് കണ്ടീഷൻ ദാറ്റ് മേക്സ് ഫ്ലവേഴ്സ് ഇൻവാരിയബിളി ഓട്ടോഗമി. അപ്പോൾ ഇൻവാരിയബിളി ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോഗമി തന്നെ നടക്കുന്നതിന്, ഓട്ടോഗമി മാത്രമേ നടക്കാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ ആ ഓട്ടോഗമി തന്നെ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അഡാപ്റ്റേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെക്കാനിസം എന്താണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ ഓട്ടോഗമി ഫേവർ ചെയ്യുന്നതാണോ? അല്ല. കാരണം എന്താ? സിനോഗമീനെ ഫേവർ ചെയ്യുന്നതാണ് ഏതാ? ഡയേഷ്യസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അപ്പോൾ ഡയേഷ്യ എന്ന് പറയുന്നത് ഏതാണ്? ഫീമെയിൽ പ്ലാന്റ് മെയിൽ പ്ലാന്റ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരിക്കലും എന്തല്ല എന്ന് പറയുന്നത് ഓട്ടോഗമീനെ ഫേവർ ചെയ്യുന്നതല്ല. അത് ഏതിനെ ഫേവർ ചെയ്യുന്നത്? സിനോഗമീനെ ഫേവർ ചെയ്യുന്നതാണ്. സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി അല്ലേ. അപ്പോൾ അത് ഏതിനെ? ഓട്ടോഗമീനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാന്റ്സിൻ്റെ കുറേ മെക്കാനിസം ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് അല്ലെങ്കിൽ ഏതാ ഔട്ട് ബ്രീഡിങ് ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഔട്ട് ബ്രീഡിങ് ടെക്നിക്ക് അല്ലെങ്കിൽ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് അല്ലേ, അല്ലെങ്കിൽ ഏതാ നിങ്ങൾ ഡിവൈസസ് ഫോർ സിനോഗമി എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റിക്ക്. അപ്പോൾ അത് ഓട്ടോഗമിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ഏതാ? ക്ലീസ്റ്റോഗ്യാമസ് ചാസ്മോഗ്യാമസ്. അതിലേതായിരിക്കും? ക്ലീസ്റ്റോഗ്യാമസ് അല്ലേ. ക്ലീസ്റ്റോഗ്യാമസ് ഫേവേഴ്സ് ഫോർ ഏതാ? ഓട്ടോഗമിയാണ്. ക്ലീസ്റ്റോഗ്യാമസ് ചാസ്മോഗ്യാമസ് എന്താ മീനിങ്? എന്താ? ക്ലീസ്റ്റോഗ്യാമസ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഫ്ലവർ ആണ് അല്ലേ. ചാസ്മോഗ്യാമസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്പൺ ഫ്ലവർ ആണ്. അപ്പോൾ അതുകൊണ്ട് ക്ലീസ്റ്റോഗ്യാമസ് ഫേവേഴ്സ് ഫോർ ഓട്ടോഗമിയാണ്. അപ്പം സെൽഫ് പോളിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് സെൽഫ് പോളിനേഷൻ ഓട്ടോഗമി നടക്കാൻ വേണ്ടിയുള്ള അഡാപ്റ്റേഷനാണ് ഏതാ? ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ എന്ന് പറയുന്നത്. ഇപ്പം അവിടെ പറയുന്നത് പി എന്ന് പറയുന്നത് അല്ലേ. അതിലൊക്കെ എന്താണ്? കൃത്യമായിട്ടൊരു ക്ലീസ്റ്റോഗ്യാമസ് എന്ന് പറഞ്ഞൊരു പാർഷ്യൽ ക്ലീസ്റ്റോഗമി അതിലുണ്ട്. കാരണം അതിലും ആ ഫീമെയിൽ ആൻഡ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിന് കവർ ചെയ്തുകൊണ്ട് ഏതുണ്ട്? കൃത്യമായിട്ട് കൊറോളയുടെ പാർട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഫ്ലോറൽ ഫോർമുലയിലൊക്കെ 1 + 2 + 2 അല്ലേ. കൊറോളയിൽ ആ 2 എന്ന് പറയുന്നത് ലാസ്റ്റ് 2-ന് എന്താണ്? ബ്രാക്കറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ. കൊറോള നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണ്? 1 + 2 + 2 അല്ലേ. എന്നിട്ട് ഇതിനിങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കുക. കാരണം എന്താ? കൊറോളയുടെ സ്റ്റാൻഡേർഡ് പെറ്റൽ, വിങ് പെറ്റൽ ഏതാ? കീൽ പെറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ കീൽ പെറ്റൽ ക്ലോസ്ഡ് ആണ്. അതിൻ്റെ ഉള്ളിൽ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പോൾ അത് സ്ട്രക്ചറൽ ക്ലീസ്റ്റോഗമി അല്ലെങ്കിൽ പാർഷ്യൽ ക്ലീസ്റ്റോഗമി എന്നൊക്കെ അറിയപ്പെടുന്ന പിയിൽ. അല്ലാതെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ഇതിങ്ങനെ ഫ്യൂസ് ചെയ്തിരിക്കുന്നതാണ് കൊമേലിന, വയോള, കോമൺ പാൻസി, ഓക്സാലിസ് എന്നൊക്കെ പറഞ്ഞ പ്ലാന്റ് ഉണ്ട്. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്ലാന്റുകളിൽ അങ്ങനെയാണ് വരുന്നത്. അതായത് ഏതൊക്കെ? ഇപ്പോൾ കൊമേലിന അല്ലെങ്കിൽ വയോള അല്ലേ, പിന്നെ അല്ലെങ്കിൽ ഏത് ഓക്സാലിസ് ഇങ്ങനെയുള്ള പ്ലാന്റുകളിലൊക്കെ കംപ്ലീറ്റ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഉറപ്പായിട്ട് ഏതാ? സീഡ് സെറ്റ് അഷ്വർ ചെയ്യുന്നതാണ്. അഷ്വർ ചെയ്യാന്ന് പറഞ്ഞാൽ ഏതാ? സീഡ് സെറ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പുള്ളതാണ് ഉണ്ടോ. അപ്പോൾ ക്ലീസ്റ്റോഗ്യാമസ് ഫേവേഴ്സ് ഫോർ ഏതാണ്? ഓട്ടോഗമിയാണ്. ഇപ്പോൾ ഇൻവാരിയബിളി അതായത് ഓട്ടോഗമി അല്ലാണ്ട് വേറെ ഒന്നും അതിൽ നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഓട്ടോഗമി ഉറപ്പായിട്ടും നടക്കുക എന്നുള്ളത് ഏതിലാണ്?
ഏതിലാണ്? അതിൽ ക്ലീസ്റ്റോഗ്യാമിയിലാണ്. ദെൻ സിനോഗമി എന്ന് പറഞ്ഞത് ക്രോസ് പോളിനേഷനാണ്. അപ്പോൾ അതല്ല. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? സി ആണ്. അതായത് കുറേ പ്ലാന്റുകളിൽ 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. ചാസ്മോഗ്യാമസ് ഫ്ലവറും ഉണ്ട്, ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവറും ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ഏതാ? കൊമേലിന, ദെൻ പിന്നെ ഏതാ? വയോള, ദെൻ ഓക്സാലിസ്, അങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ. അപ്പോൾ ഈ പ്ലാന്റുകളിലൊക്കെ 2 ടൈപ്പ് ഫ്ലവേഴ്സ്. ഓപ്പൺ ആയിട്ടുള്ള ഫ്ലവർ ഉണ്ട്, അതാണ് ചാസ്മോഗ്യാമസ്. ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്ലവർ ഉണ്ട്, ഏതാ? ക്ലീസ്റ്റോഗ്യാമസ്. അപ്പോൾ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ഓൺലി ഫേവേഴ്സ് ഫോർ ഏതാ? ഓട്ടോഗമി. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? സി ആണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റൻ ഏതാ? 14ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? സി ആണ് വരുന്നത്. ഇനി അടുത്ത് നോക്കാം, 15ാമത്തെ ക്വസ്റ്റൻ നോക്കാം. പോളൻ ഗ്രെയിൻ വിത്ത് പോളൻ ട്യൂബ് റെപ്രസെൻറ്റ്, അല്ലേ? പോളൻ ഗ്രെയിനും പോളൻ ട്യൂബും കൂടെ എന്താണെന്നുള്ളതാണ്. അപ്പോൾ പോളിനേഷൻ നടന്നു കഴിയുമ്പോൾ 2 സെൽഡ് സ്റ്റേജാണ് സാധാരണഗതിയിൽ പോളിനേഷൻ നടക്കുക. അപ്പോൾ അങ്ങനെ 2 സെൽഡ് സ്റ്റേജിൽ പോളിനേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 15ാമത്തെ ക്വസ്റ്റൻ നോക്കിയാൽ 2 സെൽഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇങ്ങനെയുള്ള ഇതിൽ എക്സൈൻ ഇൻഡൈൻ കൊണ്ടുണ്ടാക്കിയ കവറിങ്ങോടുകൂടി ഒരു പോളൻ ഗ്രെയിൻ എടുക്കുകയാണെങ്കിൽ 2 സെല്ലോടുകൂടിയ സ്റ്റേജ്, ഒരു വലിയ സെല്ലുണ്ടാവും, അതിന് വിളിക്കുന്ന പേരാണ് ഏതാ? വെജിറ്റേറ്റീവ് സെല്ല്. ചെറിയ സെല്ലുണ്ടാവും, അതിന് വിളിക്കുന്ന പേരാണ് ഏതാ? ജനറേറ്റീവ് സെൽ. ഇനി ചില കണ്ടീഷനിലേക്കാണെങ്കിൽ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സ്പേം സെൽസ് ഓർ മെയിൽ ഗമീറ്റ് ഉണ്ടായതിന് ശേഷമാണ് പോളിനേഷൻ നടക്കുക. അതാണ് 3 സെൽഡ് സ്റ്റേജ് പോളിനേഷൻ നടക്കുന്നതൊക്കെ. ഇനി പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ പോളൻ ട്യൂബ് എന്ന് പറയുന്ന സംഭവം ഇതിൽ എമർജ് ചെയ്ത് പുറത്തിയാടും. അങ്ങനെ എമർജ് ചെയ്ത് സ്പോറോപോളൻ എന്ന് പറയുന്ന സംഭവം ഇല്ലാത്ത പോളൻ ഇതിലൂടെ ഞാൻ ജേംപോർ എന്ന് പറയുന്ന പാർട്ടിലൂടെ ഈ പോളൻ ട്യൂബ് എമർജ് ചെയ്ത് പുറത്തിയാടും. അങ്ങനെ പോളൻ ട്യൂബ് എമർജ് ചെയ്ത് പുറത്തിയാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു എന്ന് വിചാരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വരുന്ന ഘട്ടത്തിൽ അപ്പോൾ തന്നെ ഇതൊക്കെ അങ്ങ് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. ഇവിടെ ഒരു ട്യൂബ് ന്യൂക്ലിയസ് ആവും, പിന്നെ അതിൻ്റെ പുറകെ 2 മെയിൽ ഗമീറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന പോളൻ ഗ്രെയിൻ വിത്ത് പോളൻ ട്യൂബ്, അതിൻ്റെ ഉള്ളിൽ 3 സെൽഡ് സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒരു ട്യൂബ് ന്യൂക്ലിയസ്, ട്യൂബ് സെല്ല്, അതിൻ്റെ ഉള്ളിൽ ട്യൂബ് ന്യൂക്ലിയസ്, 2 സ്പേം സെൽസ്, അങ്ങനെ 3 സെൽഡ് സ്റ്റേജ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡെവലപ്ഡ് ആയിട്ടുള്ള മെച്വർ മെയിൽ ഗമീറ്റോഫൈറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ മെച്വർ മെയിൽ ഗമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത് 3 സെൽഡ് സ്റ്റേജാണ്. ഇപ്പോൾ മെയിൽ ഗമീറ്റോഫൈറ്റ് ആണ്. അപ്പോൾ പോളൻ ട്യൂബ് എന്ന് പറയുന്ന അതിൻ്റെ സ്പേം സെൽസ് ഒക്കെ ഉണ്ട്, ഏതാണ്? മെയിൽ ഗമീറ്റോഫൈറ്റ് ആണ്. അപ്പോൾ മെയിൽ ഗമീറ്റോഫൈറ്റിന് വിളിക്കാവുന്ന വേറെ പേരാണ് ഏതാ? മൈക്രോ ഗമീറ്റോഫൈറ്റ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ? സ്പോറോഫൈറ്റ് അല്ല, എംബ്രോസാക്ക് അല്ല, മെഗാ ഗമീറ്റോഫൈറ്റ് അല്ല, മൈക്രോ ഗമീറ്റോഫൈറ്റ്. അപ്പോൾ ആൻസർ ഏതൊരു ഡി ആണ്. അപ്പോൾ 15ൻ്റെ ആൻസർ ഏതാണ്? ഡി ആണ്. ഏതാ? മൈക്രോ ഗമീറ്റോഫൈറ്റ്. ഓക്കെ, പിന്നെ അടുത്ത് നോക്കാം. ഫിലിഫോം അപ്പാരറ്റീസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഏതിൻ്റെ ക്യാരക്ടർ അത്? ഏതിലാണ്? സിനർജിഡ്സിൽ കാണപ്പെടുന്ന പോളൻ ട്യൂബിൻ്റെ എൻട്രീന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ തിക്കനിങ് ഉണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ഏതാ? ഫിലിഫോം അപ്പാരറ്റസ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? എ ആണ്. ഓക്കെ, അപ്പോൾ 16ൻ്റെ ആൻസർ എ ആണ്. ഇനി അടുത്ത് നോക്കാം, 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഐറ്റംസ് ഇൻ കോളം 1 വിത്ത് ഏതാ? കോളം 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ, അല്ലേ? അപ്പോൾ അതിൽ 17ൻ്റെ ഇതിൽ നോക്കാം. ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റോക്ക് ഓഫ് ദ ഓവ്യൂളാണ്, അല്ലേ? ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയുന്നില്ലേ? ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു സ്ട്രക്ചറാണ് വരുന്നത്? സാധാരണ അനോട്രോപ്പസ് ഓവ്യൂൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അനാട്രോപ്പസ് ഓവ്യൂളൊക്കെ അപ്പോൾ ഇതിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ന്യൂസെല്ലസ് എന്നൊക്കെ പറഞ്ഞ പാർട്ട് ഉണ്ടാവും. അപ്പോൾ അതിലേതാ? ഈ ന്യൂസെല്ലസ് എന്ന് പറഞ്ഞ പാർട്ടിലാണ് ഏത് ഡെവലപ്പ് ചെയ്യുന്നത്? അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഏതാ? എംബ്രോസാക്ക് എന്ന് പറയുന്ന സംഭവമൊക്കെ ഡെവലപ്പ് ചെയ്യുക, അല്ലേ? അത് 7 സെൽഡ് ആൻഡ് 8 ന്യൂക്ലിയേറ്റഡ് ഒക്കെ ആക്കി എംബ്രോസാക്ക്. അപ്പോൾ ഇതിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ അനാട്രോപ്പസ് ഓവ്യൂളിലൊക്കെ ഇതിൽ സ്റ്റോക്ക് ഓഫ് ദ ഓവ്യൂൾ, ഇതാണ് ഏതാ? ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്, അല്ലേ? ഫ്യൂണിക്കിൾ. അപ്പോൾ സ്റ്റോക്ക് ഓഫ് ദ ഓവ്യൂളാണ്. പിന്നെ ഇൻഡഗ്മെൻറ്റ്സ് പറയുന്നത് ഏതാണ്? ഇതാണ്, അല്ലേ? ഇൻഡഗ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഔട്ടർ ഇൻഡഗ്മെൻ്റ് ഉണ്ട്, ദെൻ ഏതാ? ഇന്നർ ഇൻഡഗ്മെൻ്റ് ഉണ്ട്. ഔട്ടർ ഇൻഡഗ്മെൻറ്റും ഇന്നർ ഇൻഡഗ്മെൻറ്റും. പിന്നെ ഏതാ? ചലാസ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ബേസൽ പാർട്ടാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ചലാസ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ഹൈലം എന്ന് പറയുന്ന ഈ ഒരു ജംഗ്ഷൻ. അപ്പോൾ അതായത് ഇത് ഇത്രയും പാർട്ട് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ബോഡി ഓഫ് ദ ഓവ്യൂൾ എന്നറിയപ്പെടുന്നു. ഇതാണ് ഫ്യൂണിക്കിൾ, ഇല്ല? സ്റ്റോക്ക് ഓഫ് ദ ഓവ്യൂൾ. അപ്പോൾ ബോഡി ഓഫ് ദ ഓവ്യൂളിനെയും ഫ്യൂണിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടിഷ്യൂ, അതിനെ വിളിക്കുന്ന പേരാണ് ഏതാ? ഹൈലം. പിന്നെ മൈക്രോപൈൽ എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്പണിംഗ് ആണ് ഏതാ? മൈക്രോപൈൽ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രകാരം ആൻസർ ഏതാ വരിക? 17ൻ്റെ ആൻസർ വരുന്നത് എ ആണ്, അല്ലേ? അപ്പോൾ അതായത് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത് ഏതാ? സ്റ്റോക്ക് ഓഫ് ദ ഓവ്യൂൾ. ഇൻഡഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതാ? പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഓഫ് ഓവ്യൂൾ. ദെൻ സലാസ എന്ന് പറയുന്നത് ഏതാ? ബേസൽ പാർട്ട് ഓഫ് ദ ഓവ്യൂൾ. ദെൻ ഹൈലം എന്ന് പറയുന്നത് ഏതാ? ജംഗ്ഷൻ പാർട്ട് ഓഫ് ഓവ്യൂൾ ആൻഡ് സ്റ്റോക്ക്. മൈക്രോപൈൽ എന്ന് പറഞ്ഞാൽ ഏതാ? സ്മോൾ ഓപ്പണിംഗ് ഓഫ് ഓവ്യൂൾ. അപ്പോൾ ആൻസർ ഏതാ വരിക? എ ആണ് വരിക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത്
18ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ 18ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്ന പ്രകാരം വാട്ട് വുഡ് ബി ദ നമ്പർ ഓഫ് ക്രോമസോം ഇൻ അല്യൂറോൺ സെൽസ് ഓഫ് പ്ലാന്റ് വിത്ത് 42 ക്രോമസോം ഇൻ ഇറ്റ്സ് റൂട്ട് ടിപ്പ് സെൽ. അപ്പോൾ റൂട്ട് ടിപ്പ് സെൽ എന്ന് പറയുന്നത് അല്ലേ 18ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ റൂട്ട് ടിപ്പ് സെൽസ് എന്ന് പറയുന്നതിൽ 42, അതായത് ഏതാ 2n കണ്ടീഷനാണ് ഏതാ ഈ 42 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ റൂട്ട് ടിപ്പിൽ 42 2n കണ്ടീഷനാണ്. ഈ അല്യൂറോൺ ലെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും 3n ആയിരിക്കും. അപ്പോൾ 3n വരുമ്പോൾ ഏതാ 42 പ്ലസ് ഏതാ 21, അപ്പോൾ എത്ര വരും 63 വരും. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാ വരിക D ആണ് വരിക അല്ലേ. അപ്പോൾ അല്യൂറോൺ ലെയർ നിങ്ങൾ ശ്രദ്ധിക്കാതെ അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വരുന്നത് ഇങ്ങനെ പ്ലോയിഡി ലെവൽ എന്ന് പറഞ്ഞു വരും. അപ്പോൾ പ്ലോയിഡി ലെവൽ അപ്പോൾ അതിൽ ഓരോന്നിലും ഇപ്പോൾ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെൽ വരെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതാ ഡിപ്ലോയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് ശേഷമുള്ള ഇപ്പോൾ മൈക്രോസ്പോർ പോളൻഗ്രെയിൻ മെയിൽ ഗമീറ്റ്, അപ്പുറത്താണെങ്കിൽ മെഗാസ്പോർ എംബ്രോസാക്ക് ഫീമെയിൽ ഗമീറ്റ്. അപ്പോൾ എംബ്രോസാക്കിന് മൊത്തത്തിൽ അത് എടുക്കുമ്പോൾ പ്ലോയിഡി ലെവൽ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്, ബാക്കി എല്ലാം ഡിപ്ലോയിഡ് ആണ്. അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത് ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിൾ എന്നൊക്കെ വിളിക്കുന്നത്. ഇനി ഫെർട്ടിലൈസേഷന് ശേഷമൊക്കെ ഈ അല്യൂറോൺ ലെയർ എന്നൊക്കെ പറയുന്ന പാർട്ടുണ്ട് അല്ലേ. അല്യൂറോൺ ലെയർ എന്ന് പറയുന്നത് ഏതാ എൻഡോസ്പെമിനെയും എംബ്രിയോയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന മോണോക്കോട്ടിലെ ലെയറാണ് ഏതാ പ്രോട്ടീൻ റിച്ച് ലെയറാണ് ഏതാ അല്യൂറോണിൽ. അപ്പോൾ ആ അല്യൂറോൺ ലെയർ എന്ന് പറയുന്നത് എൻഡോസ്പെമിൻ്റെ പാർട്ടായിട്ടാണ് ട്രിപ്ലോയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. എൻഡോസ്പെം ഏതാണ് ട്രിപ്ലോയിഡ് ആണ്. അപ്പോൾ അതേമാതിരി തന്നെ അല്യൂറോൺ ലെയർ ഏതാണ് ട്രിപ്ലോയിഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏത് വരും 18ൻ്റെ ആൻസർ 63 ആണ് വരുന്നത് അല്ലേ. 42 ഡിപ്ലോയിഡ് ആണ്, അപ്പം 21 കൂടി 3 എന്ന് പറയുന്ന കണ്ടീഷൻ വരും. അപ്പോൾ ഏത് വരും 63. ഓക്കെ, അപ്പോൾ 18ൻ്റെ ആൻസർ ഒന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ ആ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അല്യൂറോൺ ലെയർ വന്നിട്ടുണ്ട് എൻഡോസ്പെമിൻ്റെ പാർട്ടാണെന്ന് ഓർത്തിരിക്കുക, ട്രിപ്ലോയിഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ഓർ ഫോൾസ് അല്ലേ, ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ബയോളജിക്ക് നന്നായിട്ട് പഠിച്ച കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നന്നായിട്ട് വായിച്ച് പഠിക്കുക നിങ്ങൾ. +1 +2 ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് വായിച്ച് പഠിക്കണം. അപ്പോൾ നോക്കിയാൽ ഇൻസെക്ട്സ് ആർ ഡോമിനൻറ്റ് ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻറ്റ് അല്ലേ. ഇൻസെക്റ്റ് എന്ന് പറയുന്നത് ഡോമിനേറ്റ് ചെയ്യുന്ന ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഏജൻസി ഓഫ് പോളിനേഷൻ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെ ഒന്ന് ഏതാ ബയോട്ടിക് ഏജൻറ്റും അടുത്ത ഏതാ അബയോട്ടിക് ഏജൻറ്റ് അല്ലേ. ബയോട്ടിക് ഏജൻറ്റിൽ വരുന്ന മെയിനായിട്ട് ആനിമൽസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് സൂഫിലി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതിൽ തന്നെ കുറേ ഉണ്ട്. ഇൻസെക്റ്റിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഏതാ എൻഡോമോഫിലി, ബാറ്റിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഏതാ കൈറോപ്റ്റെറോഫിലി, ദെൻ ആൻസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഏതാ മെർമുക്കോഫിലി, ദെൻ പിന്നെ ഏതായിരുന്നു ഒരു മലാക്കോഫിലി സ്നെയിൽസിൻ്റെ ഹെൽപ്പോടുകൂടി, അരീക്കനട്ടിലൊക്കെ സ്നെയിൽസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ട്. ഇപ്പോൾ ബേഡ്സിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഓർണിത്തോഫിലി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കുറേ ഏജൻസി ഉണ്ട് അല്ലേ. പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസികളുണ്ട്. അപ്പോൾ ഇതിൽ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസീനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇൻസെക്ട്സ് തന്നെയാണ്. ഇൻസെക്റ്റിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഏതാ എൻഡോമോഫിലി. ഇൻസെക്ട്സ് ആർ ഡോമിനൻറ്റ് ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജൻറ്റ്, ശരിയാണ് അല്ലേ. പിന്നെ യൂണിസെക്ഷുവാലിറ്റി ഓഫ് ഫ്ലവേഴ്സ് പ്രിവെൻറ്റ് ഏതാ ഓട്ടോഗമി അല്ലേ. അപ്പോൾ നോക്കാം, യൂണിസെക്ഷുവാലിറ്റി ഓഫ് ഫ്ലവേഴ്സ് പ്രിവെൻറ്റ് ഓട്ടോഗമി അല്ലേ. ഓട്ടോഗമി തടയാനുള്ള ഇൻബോൺ മെക്കാനിസമാണ് ഏതാ യൂണിസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അതിൽ ഏതാ നടക്കുള്ളൂ, ഉറപ്പായിട്ടും ഏതാ നടക്കുള്ളൂ സിനോഗമി അല്ലെങ്കിൽ അത് അലോഗമി എന്ന് പറയുന്നത് ക്രോസ് പോളിനേഷൻ നടക്കുള്ളൂ. അപ്പോൾ ഓട്ടോഗമി നടക്കില്ല. ഓക്കെ, അപ്പോൾ യൂണിസെക്ഷുവാലിറ്റി ഓഫ് ഫ്ലവേഴ്സ് പ്രിവെൻറ്റ് ഏതാ ഓട്ടോഗമി. പിന്നെ അടുത്ത് നോക്കുക, ഹൈഡ്രോഫൈലി ഈ സീൻ ഇൻ ഫ്രഷ് വാട്ടർ ഹൈഡ്രോഫൈറ്റ് ലൈക്ക് ഹൈഡ്രില്ല അല്ലേ. ഹൈഡ്രില്ല പോലെയുള്ള ഫ്രഷ് വാട്ടർ ഹൈഡ്രോഫൈറ്റിൽ നടക്കുന്ന ഹൈഡ്രോഫിലിയാണ്, ശരിയാണ്. ഹൈഡ്രോഫിലി നടക്കുന്നതിൻ്റെ എക്സാമ്പിളിൽ ഏതാ ഹൈഡ്രില്ല, ദെൻ വാലിസ്നേറിയ, സോസ്റ്റർ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹൈഡ്രോഫിലി എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ഹൈഡ്രോഫൈറ്റിലാണ് നടക്കുന്നത്, ശരിയാണ്. ദെൻ ഇൻ എൻഡോമോഫിലസ് ഫ്ലവേഴ്സ് പോളൻ ഗ്രെയിൻസ് ആർ ഡ്രൈ ആൻഡ് അൺവെറ്റബിൾ. ഡ്രൈ ആൻഡ് അൺവെറ്റബിൾ അല്ല, അത് ഏതിൻ്റെ ക്യാരക്ടറാണ്? കൃത്യമായിട്ട് ഡ്രൈ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഒക്കെ വരുന്ന ഏതിലാണ്? വിൻഡിൻ്റെ ഹെൽപ്പോടുകൂടെ പോളൻ ഗ്രെയിൻസ് ആണ്. അത് എങ്ങനെയുള്ളതാണ്? അപ്പോൾ മറ്റേത് സ്റ്റിക്കി പോളൻ ഗ്രെയിൻ ആയിരിക്കും അല്ലേ. അപ്പോൾ വിൻഡിൻ്റെ ഹെൽപ്പോടുകൂടിയുള്ളതിലാണ് അൺവെറ്റബിളും ഡ്രൈ ഒക്കെ വരുന്നത്. മറ്റേത് സ്റ്റിക്കി പോളൻ ഗ്രെയിൻ ആയിരിക്കും, ഇങ്ങനെ ഒറ്റിപ്പിടിക്കുന്ന രീതിയിലുള്ളതായിരിക്കും, പറ്റിപ്പിടിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ അത് എൻഡോമോഫിലസ് ഫ്ലവേഴ്സിലെ പോളൻ ഗ്രെയിൻ ഡ്രൈ ആൻഡ് അൺവെറ്റബിൾ എന്ന് പറയും, തെറ്റാണ്. പിന്നെ ഏതാ കൈറോപ്റ്റെറോഫിലസ് ഫ്ലവേഴ്സ് ആർ പോളിനേറ്റഡ് ബൈ സ്നേക്ക് ആണോ? കൈറോപ്റ്റെറോഫിലി എന്ന് പറഞ്ഞാൽ വിത്ത് ഹെൽപ്പ് ഓഫ് ബാറ്റാണ്. അപ്പോൾ അതും തെറ്റാണ് അല്ലേ. സ്നേക്കിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഏതാ ഒഫിയോഫിലി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓർണിത്തോഫിലി, ഒഫിയോഫിലി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ട്. പിന്നെ മെർമക്കോഫിലി ആൻസിൻ്റെ ഹെൽപ്പോടുകൂടി. അപ്പോൾ ഇവിടെ കൈറോപ്റ്റെറോഫിലി ഫിലസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ബാറ്റിൻ്റെ ഹെൽപ്പോടുകൂടെ പോളിനേഷൻ. അപ്പോൾ ഇതിലേതാ എയും ബിയും സിയും ശരിയാണ്, പക്ഷേ ഡിയും ഇയും എന്താണ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏത് വരും? ബി വരും. ഓക്കെ, പിന്നെ അടുത്ത് നോക്കാം. ന്യൂസെല്ലാർ പോളിഎംബ്രിയോണി ഇസ് റിപ്പോർട്ടഡ് ഇൻ സ്പീഷീസ് ഓഫ് അല്ലേ. ന്യൂസെല്ലാർ പോളിഎംബ്രിയോണി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാ? ട്രിറ്റിക്കം, ബ്രാസിക്ക, സിട്രസ്, ഗോസിപ്പിയം അല്ലേ. അപ്പോൾ അതിൽ പോളിഎംബ്രിയോണി നിങ്ങൾ കേട്ടിട്ടില്ലേ? പോളിഎംബ്രിയോണി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സീഡിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ എംബ്രിയോ വരുന്ന പ്രോസസ്സാണ് ഏതാ? പോളിഎംബ്രിയോണി. ആ ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ന്യൂസെല്ലസിൽ ഒരു എംബ്രിയോ ഉണ്ടാവാൻ കാരണം എന്താ? ന്യൂസെല്ലസിൽ ഒരു മെഗാസ്പോർ മദർ സെല്ല് ഡെവലപ്പ് ചെയ്യുന്ന ആ മെഗാസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്ന് എന്തായിട്ട് മാറുന്നു? മെഗാസ്പോർ ആയിട്ട് മാറുന്നു.
ആ ഫംഗ്ഷനിൽ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്ത ഒരു എംബ്രിയോ സാക്കായിട്ട് മാറുന്നു. ഇനി ഒന്നിൽ കൂടുതൽ മെഗാസ്പോർ മദർ സെല്ല് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നിൽ കൂടുതൽ മെഗാസ്പോർ മദർ സെല്ല് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവും. അപ്പോൾ അതാണ് ന്യൂസെല്ലസിലാണ് ഒന്നിൽ കൂടുതൽ മെഗാസ്പോർ മദർ സെല്ല് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അത് എംബ്രിയോ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതാണ് ന്യൂസെല്ലാർ പോളി എംബ്രിയോണി. അത് സിട്രസിലെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടറാണ് അല്ലേ. നമ്മുടെ എക്സാമ്പിൾ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സിട്രസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ന്യൂസെല്ലാർ പോളി എംബ്രിയോണി ഒരു ടൈം കൊടുത്തിട്ടില്ല, പക്ഷേ അവിടെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത ഒരു ടൈം പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂസെല്ലസിൽ ഒന്നിൽ കൂടുതൽ മെഗാസ്പോർ മദർ സെല്ല് ഉണ്ടാവുകയും അത് പുതിയതായിട്ട് എംബ്രിയോ ഒക്കെ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഏതാ? സിട്രസ് ആണ്. ഇനി ഇതിലേതാ? ബ്രാസിക്ക, കടുക്, ഗൊസിപ്പി എന്ന് പറയുന്ന ഏതാണ്? കോട്ടൺ ആണ്. ഓക്കെ. പിന്നെ ട്രിറ്റിക്ക എന്ന് പറയുന്ന ഏതാണ്? ട്രിറ്റിക്കം എസ്റ്റീവ് എന്നൊക്കെ പറയുന്ന ഏതാ? ഗോതമ്പ് എന്നൊക്കെ പറയുന്ന വീറ്റ്, റൈസ്, മേസ് ആ കാറ്റഗറിയിലൊക്കെ വരുന്നത് അല്ലേ ട്രിറ്റിക്. ദെൻ പിന്നെ ഏതാ? വിൻഡ് പോളിനേഷൻ ഈസ് കോമൺ ഇൻ അല്ലേ. വിൻഡ് പോളിനേഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഗ്രാസിൻ്റെ ക്യാരക്ടറാണ് അല്ലേ. പുല്ലുകളിലാണ് വിൻഡ് കോം. പിന്നെ ഓർക്കിഡ്, ലെഗ്യൂംസ്, മോണോക്കോഡിലുണ്ട്. പക്ഷേ സ്പെസിഫൈഡ് ആയിട്ട് നോക്കുമ്പോൾ വിൻഡ് പോളിനേഷൻ ഏതിൻ്റെ ക്യാരക്ടർ? ഗ്രാസിൻ്റെ ക്യാരക്ടറാണ്. അതിനടുത്ത് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആർ കറക്റ്റ്? ടെപ്പീറ്റം നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് അല്ലേ. അപ്പോൾ ടെപ്പീറ്റം നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ് അല്ലേ. ടെപ്പീറ്റം ഡെവലപ്പ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്നു. ശരിയാണ്. ദെൻ ഹൈലർ അപ്രസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ഓവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ. ഓവ്യൂളിൻ്റെ അതായത് ബോഡി ഓഫ് ദ ഓവ്യൂളിനെയും ഫ്യൂണിക്കിളിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഏതാ? ഹൈലർ എന്ന് പറയുന്നത്. ശരിയാണ്. അക്വാഡിക് പ്ലാന്റ്സ് സച്ചസ് വാട്ടർ ഹയാസിൻ്റെ വാട്ടർ ലില്ലി പോളിനേഷൻ ബൈ വാട്ടർ. തെറ്റാണ് അല്ലേ. അപ്പോൾ ആ സെൻറ്റൻസ് NCERT ഇതിന് നീറ്റിന് തന്നെ വന്നിട്ടുള്ള NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റനായിട്ട് സെൻറ്റൻസ് ക്വസ്റ്റനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഹൈഡ്രോഫിലി ഫോളോ ചെയ്യണം. വാട്ടറിൽ വളരുന്നു എന്ന കാരണത്താൽ ഹൈഡ്രോഫിലി ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് വാട്ടർ ഹയാസിന്തും വാട്ടർ ലില്ലിയും. അപ്പോൾ വാട്ടർ ഹയാസിൻ്റെ ഐക്കോർണിയ എന്ന് പറഞ്ഞ പ്ലാന്റ് അതിലൊക്കെ എയ്തർ വിൻഡ് പോളിനേഷൻ ഓർ ഏത് ഇൻസെക്ട് പോളിനേഷനാണ്. അതായത് ഒന്നുകിൽ അനിമോഫിലി അല്ലെങ്കിൽ ഏത് എൻഡോമോഫിലിയാണ് നടക്കുക. ഓക്കെ. ഏത് പ്രോസസ് അല്ല? ഹൈഡ്രോഫിലി അല്ല നടക്കുക. അപ്പോൾ അക്വാഡിക് പ്ലാന്റ്സ് സച്ചാസ് വാട്ടർ ഹയാസിൻ ആൻഡ് വാട്ടർ ലില്ലി പോളിനേഷൻ ഈസ് ബൈ വാട്ടർ അല്ല, ഒന്നുകിൽ ഏതാ ഹെൽപ്പ് ഓഫ് ഏതാ വിൻഡ് അല്ലെങ്കിൽ ഹെൽപ്പ് ഓഫ് ഇൻസെക്റ്റ് ആണ് നടക്കുക. അപ്പോൾ ആ സെൻറ്റൻസ് തെറ്റാണ്. പിന്നെ പ്രൈമറി എൻഡോസ്പൈൻ ന്യൂക്ലിയസ് ഇസ് ട്രിപ്ലോയിഡ്. ശരിയാണ്. അപ്പം ഏതാ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എത്രയാണ്? 3 റൈറ്റ് ആണ് അല്ലേ. ബാക്കി ഒരെണ്ണം എന്തായാലും തെറ്റാണ്. അപ്പോൾ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിലേതാണ്? ഏതാ? സി ആണ്. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? സി ആണ്. ഒരെണ്ണമാണ് തെറ്റായിട്ടുള്ളത്. ദെൻ ഒരെണ്ണമാണ് ഏതാ കറക്റ്റ് അല്ലേ. കറക്റ്റ് വരുമ്പോൾ ഏതാ ഒരെണ്ണമായിട്ട് ഏതായിട്ട് വരുന്നത്? ടപ്പീറ്റൻ അതോടെ ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ആർ കറക്റ്റാണ്. അപ്പോൾ നോക്കുക അതിൽ ടപ്പീറ്റൻ നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. ശരിയാണ്. ഹൈലർ റെപ്രസെൻറ്റ് ജംഗ്ഷൻ ബിറ്റ്വീൻ ഓവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ. ശരിയാണ്. ദെൻ പിന്നെ ഏതാ? പ്രൈമറി എൻഡോസ്പൈൻ ന്യൂക്ലിയസ് ഈസ് ഡിപ്ലോയിഡ്. ശരിയാണ് അല്ലേ. പിന്നെ ഏതാ? അക്വാഡിക് പ്ലാന്റ്സ് സച്ചസ് അത് സി തെറ്റാണ്. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ഏതാണ്? സി ആണ്. എത്ര എണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ള? 3 കറക്റ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? സി ആണ്. ഓക്കെ. അപ്പം 22ൻ്റെ ആൻസർ ഏതാണ്? സി ആണ്. ഇനി 23rd ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് കോമൺ ബിറ്റ്വീൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആൻഡ് അപ്പോമിക്സിസ്? അപ്പോമിക്സ് എന്താ? ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അവിടെ കൃത്യമായിട്ട് ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ വിച്ച് മിമിക്സ് ടു ഏതാ? സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ എസെക്ഷലും സെക്ഷലും കൂടെ ചേർന്ന ഒരു ഫോമാണ്. എന്നാലും ഒരു എസെക്ഷലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ഗമീറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ല അല്ലേ. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഏതാ? അതായത് എസെക്ഷലിൻ്റെ ക്യാരക്ടറാണ് അല്ലേ. ഗമീറ്റ് ഫോർമേഷൻ നടക്കുന്നു എന്നാൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു എസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ അത് ഈ ഹയർ പ്ലാന്റ്സിലോട്ടൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു എക്സെപ്ഷണൽ കേസ് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇതിൽ സാധാരണഗതിയിൽ മെഗാസ്പോർ മദർ സെൽ എന്ന് പറയുന്നതിന് മിയോസിസ് നടന്ന് മെഗാസ്പോർട്സ് ഉണ്ടാവുന്നു, ഹാപ്ലോയിഡ് മെഗാസ്പോർട്സ് ഉണ്ടാവുന്നു, അത് എംബ്രിയോസാക്കായിട്ട് മാറുന്നു. അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ചില വളരെ റെയർ കേസിൽ ഇപ്പോൾ ചില പ്ലാന്റിലൊക്കെ ഇപ്പോൾ സൺഫ്ലവറിൻ്റെ ഫാമിലി ആസ്റ്ററേസ് ദെൻ അല്ലെങ്കിൽ ഗ്രാസിൻ്റെ ഫാമിലി ഇങ്ങനെയുള്ള ഫാമിലിയിലൊക്കെ ഒരു കേസ് വന്നിട്ടുണ്ട്. അതിൽ മേ ബി മെഗാസ്പോർ മദർ സെല്ല് അണ്ടർഗോസ് മൈറ്റോട്ടിക് ഡിവിഷൻ, അതായത് മിയോട്ടിക് ഡിവിഷനാണ് നടക്കേണ്ടത്. അതിന് പകരം ഏത് പ്രോസസ് നടക്കും? മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് ഹാപ്ലോയിഡ് മെഗാസ്പോർ ഉണ്ടാവുന്നതിന് പകരം എന്തായിട്ട് മാറും? ഡിപ്ലോയിഡ് ആയിട്ടുള്ള മെഗാസ്പോർ ആയി പോകും. ഡിപ്ലോയിഡ് മെഗാസ്പോർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഡിപ്ലോയിഡ് മെഗാസ്പോർ വളരെ പെട്ടെന്ന് എന്തായിട്ട് മാറും എന്ന് പറയുന്നത്? സീഡായിട്ട് മാറും. ഏതിന് വെയിറ്റ് ചെയ്യില്ല. ഡിപ്ലോയിഡ് മെഗാസ്പോർ എന്ന് പറയുന്ന സംഭവം കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ഏത് പ്രോസസ് നടക്കുക? എംബ്രിയോസാക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ഫീമെയിൽ ഗമീറ്റ് ആണ്. ഡിപ്ലോയിഡ് ഫീമെയിൽ ഗമീറ്റ് അടുത്തൊരു മെയിൽ ഗമീറ്റ് വരുന്നതിനോട് വെയിറ്റ് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് സീഡായിട്ട് മാറും. ആ പ്രോസസ്സാണ് ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസർ. അതിന് വിളിക്കുന്ന പേരാണ് ഏതാ? അപ്പോമിക്സിസ്. ഓക്കെ. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് നോക്കുക. അപ്പം ബോത്ത് പ്രൊഡ്യൂസ് പ്രോജനി ഐഡൻറ്റിക്കൽ ടു ദ പാരൻറ്റ് അല്ലേ. അപ്പോൾ അപ്പോമിക്സിലും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. എന്താണോ പാരൻറ്റ് അതിൻ്റെ ക്വാളിറ്റി അതേമാതിരി നിലനിർത്തും. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇതിൽ
ബോത്ത് പ്രൊഡ്യൂസേഴ്സ് പ്രോജനി ഐഡൻറ്റിക്കൽ ടു ദ പാരൻറ്റ്. അത് ശരിയാണ്. പിന്നെ ബോത്ത് ആർ ആപ്ലിക്കബിൾ ടു ഓൺലി ഡൈക്കോട്ട് പ്ലാന്റ്, അതൊരിക്കലും പറയാൻ പറ്റില്ല. ദെൻ അപ്പോൾ അതിൻ്റെ ടെസ്റ്റിൽ അപ്പോൾ മിക്സൊക്കെ ഏതാ ഗ്രാസും സൺഫ്ലവറൊക്കെ പറയും. സൺഫ്ലവർ ഡൈക്കോട്ടും ഗ്രാസ് ഏതാണ് മോണോക്കോട്ടാണ്. അപ്പം ഓൺലി ഡൈക്കോട്ട് എന്ന് പറയാൻ പറ്റില്ല. ബോത്ത് ബൈപ്പാസ് ദ ഫ്ലവറിംഗ് ഫേസ്, ഫ്ലവറിംഗ് ഫേസ് ബൈപ്പാസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അപ്പോൾ മിക്സിൽ കൃത്യമായിട്ട് ഏതാ ഫ്ലവറൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പ്രോസസ്സൊക്കെ നടന്നു. എന്നാൽ എന്തുണ്ടാവുന്നില്ല, സീഡ് ഉണ്ടാവുന്നതായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളാണ് അതിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാകും. ബോത്ത് ഒക്കെ അറൗണ്ട് ദി ഇയർ, ഒരു വർഷത്തിൽ മുഴുവൻ ഈ പ്രോസസ്സ് നടക്കുന്നു, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ല ആൻസർ ഏതാ? 23ൻ്റെ ആൻസർ എ ആണ്. ബോത്ത് പ്രൊഡ്യൂസേഴ്സ് പ്രോജനി ഐഡൻറ്റിക്കൽ ടു ദ പാരൻ്റ് ആണ്. ഇല്ല, രണ്ടുപേരും പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണോ പാരൻ്റ് അതിൻ്റെ ക്വാളിറ്റി, അതാണ് വേൾഡ് വൈഡ് സ്റ്റഡീസ്. അപ്പോൾ മിക്സ് നടത്തിയിട്ട് പുതിയ പ്ലാന്റുകൾ, അപ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത? അങ്ങനെ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് അതിൻ്റെ പ്രത്യേകത എന്താ? അത് അതിൻ്റെ ഉള്ള മെച്ചം എന്താ? നമുക്ക് എന്താണോ പാരൻറ്റിൻ്റെ ക്വാളിറ്റി, ആ ഫീമെയിൽ പ്ലാന്റിൻ്റെ ക്വാളിറ്റി എന്താണോ അത് അതേപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ എസെഷ്യലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജിൽ ഒന്നാണ് അത് ജനറ്റിക്കൽ ക്യാരക്ടർ അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്രിസർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ അത് തന്നെ ഉണ്ടോ? ഇപ്പോൾ ബോത്ത് പ്രൊഡ്യൂസേഴ്സ് പ്രോജനി ഐഡൻറ്റിക്കൽ ടു ദ പാരൻ്റ് ആണ്. ഓക്കെ. ഇൻ ആൻജിയോസ്പേം ഫങ്ഷണൽ മെഗാസ്പോർ ഡെവലപ്സ് ഇൻ ടു, അല്ലെ ആൻജിയോസ്പേമിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 24th നോക്കാം. ഇൻ ആൻജിയോസ്പേം ഫങ്ഷണൽ മെഗാസ്പോർ ഡെവലപ്പ് ഇൻ ടു, അല്ലേ ഫങ്ഷണൽ മെഗാസ്പോർ എന്തായിട്ട് മാറുന്നത്? എംബ്രിയോസാക്ക് ആയിട്ടാണ് മാറുന്നത്. അതായത് 90% ആൻജിയോസ്പേമിലും മോണോസ്പോറി ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 90% ആൻജിയോസ്പേമിലും മോണോസ്പോറി ടൈപ്പ് എന്നറിയപ്പെടാൻ കാരണം എന്താ? അതായത് ഈ ആൻജിയോസ്പേമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒറ്റ ഒരു ഫങ്ഷണലായിട്ട് ഇപ്പോൾ മെഗാസ്പോറോജനസിസ് നടന്നു എന്ന് വിചാരിക്കും. മെഗാസ്പോറോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ ഫ്രം മെഗാസ്പോർ മദർ സെൽ ബൈ മിയോസിസ് ആണ്. ദാറ്റ് പ്രോസസ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ദ ഫോർമേഷൻ ഓഫ് എംബ്രിയോസാക്ക് ആൻഡ് ഫീമെയിൽ ഗമീറ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് സമയത്ത് കൃത്യമായിട്ട് മെഗാസ്പോർ ടെട്രാഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, മെഗാസ്പോറോജനസ് നടന്നു കഴിഞ്ഞാൽ മെഗാസ്പോർ ഡയാഡ് ടെട്രാഡൊക്കെ ഉണ്ടാവും. ടെട്രാഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഓരോ മെഗാസ്പോറും അതെന്ത് ചെയ്യില്ല എന്ന് പറയുന്നത്, ഓരോ മെഗാസ്പോറും അത് കൃത്യമായിട്ട് എന്താ ഡിസോസിയേറ്റ് ചെയ്യുന്നതിന് വരും ഡീജനറേറ്റ് ചെയ്യും. അതിൽ 3 ഡീജനറേറ്റ് ചെയ്ത് ഫങ്ഷണലായിട്ടുള്ള ഒരേ ഒരു മെഗാസ്പോർ, ആ ഫങ്ഷണലായിട്ടുള്ള ഒരേ ഒരു മെഗാസ്പോറാണ് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോസാക്കായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫങ്ഷണലായിട്ടുള്ള ഒരു സിംഗിൾ മെഗാസ്പോർ അതിൽ നിന്ന് എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് മോണോസ്പോറി ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്ന ഏതാണ്? ബി ആണ്. 24ൻ്റെ ആൻസർ ഏതാണ്? ബി, ഇല്ലേ എംബ്രിയോസാക്ക് ഫോം ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 24ൻ്റെ ആൻസർ ബി. ഇനി അടുത്ത് നോക്കുക 25th ക്വസ്റ്റ്യൻ നോക്കാം. 25ൻ്റെ ക്വസ്റ്റ്യൻ എന്താ നോക്കുക? സെലക്ട് ദ മിസ്മാച്ച്ഡ് പെയർ, അല്ലേ ഓക്സാലിസ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ, ശരിയാണ്. സീ ഗ്രാസ് ലോങ് റിബൺ ലൈക്ക് പോളൻ. അപ്പോൾ അത് പറയുന്നുണ്ട് മറൈൻ സീ ഗ്രാസ് അല്ലെങ്കിൽ സോസ്റ്റർ, ആ പ്ലാന്റ് പ്രത്യേകത ലോങ് ആയിട്ടുള്ള എലോങ്ങേറ്റഡ് ആയിട്ടുള്ള റിബൺ ഷേപ്പ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക, അത് ശരിയാണ്. യൂക്ക പോളിനേറ്റഡ് ബൈ മൗത്ത്, ശരിയാണ്. ബാലിസ്നേരിയ ബേഡ് പോളിനേഷൻ, അത് ഓർണിത്തോഫിലി ബാലിസ്നേരിയയിലല്ല, ബാലിസ്നേരിയയിൽ നടക്കുന്ന ഏതാണ്? ഹൈഡ്രോഫിലിയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാ വരിക? ഡി ആണ്, ഡോഗ്. അപ്പോൾ ആൻസർ 25ൻ്റെ ആൻസർ ഏതാണ്? ബാലിസ്നേരിയ ബേഡ് പോളിനേഷൻ, അതല്ല. വാലിസ്നേരിയയിൽ ഏതാണ്? ഹൈഡ്രോഫിലിയാണ്, വിത്ത് ഹെൽപ്പ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ ആൻസർ ഏതാ? 25ൻ്റെ ആൻസർ ഏതാണ്? ഡി ആണ് വരിക. ഓക്കെ, പിന്നെ അടുത്ത് നോക്കാം. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റോങ് റിഗാർഡിങ് ഫ്ലവറിംഗ് പ്ലാന്റ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എത്ര എണ്ണാണെന്ന്, അല്ലേ? ഇപ്പോൾ നോക്കുക, പ്രോക്സിമൽ ഓഫ് ഫിലമെൻറ്റ് ഈസ് അറ്റാച്ച് ടു തലാമസ് ഓർ പെറ്റൽ ഓഫ് ദ ഫ്ലവർ, ശരിയാണ്. ദെൻ ഇന്നർ മോസ്റ്റ് ആന്ത്രർ വോൾ ലെയർ ഈസ് ടപ്പീറ്റം, നമ്മൾ ആദ്യം പറഞ്ഞാണ്. ദെൻ പിന്നെ ഇതിന് ഓവർ 60% ആൻജിയോസ്പേം പോളൻ ഗ്രെയിൻസ് ആർ ഷെഡ് അറ്റ് 2 celled സ്റ്റേജ്, ശരിയാണ്. ഇൻ അനിമോഫിലസ് ഫ്ലവേഴ്സ് പോളൻ ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം വെറ്റിംഗ് ബൈ മ്യൂസിലേജ്. അനിമോഫിലസിലല്ലേ, അതിലാണ് ഹൈഡ്രോഫിലസിലാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഡി മാത്രമാണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? എ ആണ് വരിക, അല്ലേ? അപ്പോൾ ഒരെണ്ണം മാത്രമാണ് അതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. അതിനടുത്ത് നോക്കാം. എമാസ്കുലേഷൻ ഈസ് ദ റിമൂവൽ ഓഫ് 27th ക്വസ്റ്റ്യൻ നോക്കാം. എമാസ്കുലേഷൻ ഈസ് ദ റിമൂവൽ ഓഫ്, അല്ലേ? അപ്പോൾ റിമൂവൽ ഓഫ് ഏത്? എമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് എമാസ്കുലേഷൻ. രണ്ടാമത്തെ പ്രോസസ്സാണ് ഏത്? ബാഗിങ്, ഇല്ലേ? അപ്പോൾ അതായത് ബൈസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവർ ആണെങ്കിൽ അതിൽ എമാസ്കുലേഷൻ എന്ന് റിമൂവൽ ഓഫ് ആന്തർ ഫ്രം എ ബൈസെക്ഷൽ ഫ്ലവർ വിത്തൗട്ട് അഫക്റ്റിംഗ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ടുള്ള ഗൈനീഷ്യത്തിന് യാതൊരു വിധത്തിൽ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഏതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്? മെയിൽ പാർട്ടിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏത് പ്രോസസ്സ്? എമാസ്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എമാസ്കുലേഷൻ ഏത്? റിമൂവൽ ഓഫ് സ്റ്റേമൻ ഫ്രം ദ ഫ്ലവർ ഓഫ് ദ ഫീമെയിൽ പാരൻറ്റ്, അല്ലേ? അപ്പോൾ ഫീമെയിൽ പാരൻ്റായിട്ട് സെലക്ട് ചെയ്യേണ്ട പ്ലാന്റിൽ നിന്ന് നമ്മൾ ഏതിനെ ഒഴിവാക്കുക എന്നുള്ള സ്റ്റേമിനെ ഒഴിവാക്കുന്ന പ്രോസസ്സാണ് ഏതാ? എമാസ്കുലേഷൻ. അപ്പോൾ ആൻസർ ഏതാ? 27th ആൻസർ ഏത് വരും? ബി വരും. ഓക്കെ, പിന്നെ അടുത്ത് നോക്കാം. ദ ഗിവൺ ബിലോ ഡയഗ്രാം ഇസ് എ പോളിനേഷൻ മെക്കാനിസം സീൻ ഇൻ ഹൈഡ്രോഫൈറ്റ്. നെയിം ദ ഹൈഡ്രോഫൈറ്റ്. അപ്പോൾ അത് ടെസ്റ്റിൽ കുറേ പിക്ചറുകൾ കൊടുത്തിരിക്കുന്നതിൽ ഒരു പിക്ചറാണത്.
അപ്പോൾ അതിൽ ആ പിക്ചറിൽ ഹൈഡ്രോഫിലി ആയിട്ട് ഫോളോ ചെയ്ത് ഏതിൻ്റെ പിക്ചർ അത് ഇപ്പോൾ ഹൈഡ്രില്ല, സോസ്റ്റേറ, വാലിസ്നേറിയ, നെലുംബിയം അല്ല, ദെൻ വാലിസ്നേറിയാണ് ആൻസർ സി അല്ലേ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, ഹൈഡ്രില്ല, സോസ്റ്റേറ, വാലിസ്നേറിയ, നെലുംബിയം അല്ല. നെലുംബിയം സ്പീഷ്യോസ് എന്ന് പറഞ്ഞ താമര അതല്ല, വാലിസ്നേറിയ ഉണ്ട്, സോസ്റ്റേറ നമുക്ക് പഠിക്കാണ്ട്, ഹൈഡ്രില്ല നമുക്ക് പഠിക്കാണ്ട്. അപ്പോൾ അതിൽ ടെസ്റ്റിൽ പിക്ചർ ഉണ്ട്. ഇപ്പം വാലിസ്നേറിയയുടെ പ്രത്യേകത, അപ്പോൾ അതിൽ മെയിൽ ഫ്ലവേഴ്സ്, ഫീമെയിൽ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. അതിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് അത് ലോങ് സ്റ്റോക്കോടുകൂടി ജസ്റ്റ് എബോവ് ദ വാട്ടർ ലെവലിൽ വരുന്നു. അപ്പോൾ അതിനെ സറൗണ്ട് ചെയ്ത് മെയിൽ ഫ്ലവേഴ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത പോളൻ ഗ്രെയിൻസ് ഒക്കെ സറൗണ്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടന്നതിന് ശേഷം അല്ലേ, അങ്ങനെ കൃത്യമായിട്ട് വാട്ടർ കറണ്ടിൽ ഇങ്ങനെ മൂവ് ചെയ്തതിന് ശേഷം വന്ന് പോളിനേഷൻ എഫക്റ്റീവായിട്ട് നടത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ് ഉണ്ട്. അപ്പോൾ വാലിസ്നേറിയയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് സി. അപ്പോൾ ആൻസർ 28ൻ്റെ ആൻസർ ഏതാണ്? സി ആണ്. ഇനി നോക്കുക 29ൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജ് ആർ സീൻ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷന് ശേഷം ഏതാണ് നടക്കുന്നത്? അപ്പോൾ അതായത് നമുക്ക് മൊത്തത്തിലുള്ള പ്രോസസ്സുകളെ എത്രയായിട്ട് തിരിക്കാമെന്ന് പറയുന്നത് 3ആയിട്ട് തിരിക്കാം. പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അതിൽ പ്രീ ഫെർട്ടിലൈസേഷൻ ഗെമീറ്റോജനസ്, ഗെമീറ്റ് ട്രാൻസ്ഫർ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മൈക്രോസ്പോറോജനസ്, മെഗാസ്പോറോജനസിസ്, പിന്നെ നമ്മൾ പഠിച്ചത് പോളിനേഷൻ, പോളൻ പിസ്റ്റ് ഇൻട്രാക്ഷൻ, അങ്ങനെയൊക്കെയുള്ള. ദെൻ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഇതിൽ ആൻജിയോസ്പേമിലാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, ദാറ്റ് മീൻസ് സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. ദെൻ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഇവൻറ്റ്. അതിൽ വരുന്നതാണ് അതൊക്കെ ഇപ്പോൾ എൻഡോസ്പേമ, സൈഗോട്ട്, പെരികാർപ്പ്, അത് ശരിയാണ്. ദെൻ എൻഡോസ്പേമ, ഊസ്പിയർ, അത് എഗ്, എംബ്രിയോ, അത് തെറ്റാണ്. ഊസ്പിയർ എഗ് പ്രീ ഫെർട്ടിലൈസേഷനിൽ ഉണ്ടാവുന്നതാണ്. ദെൻ സി എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കി, എംബ്രിയോ, പെരികാർപ്പ്, മെഗാസ്പോർ അതിൽ വരുന്നതല്ല, അത് പ്രീ ഫെർട്ടിലൈസേഷനിലാണ്. എംബ്രിയോ, എൻഡോസ്പേം, മെഗാസ്പോർ എന്ന് പറയുന്ന ഏതിലാണ്? പ്രീ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ആൻസർ ഏതാണ്? എ ആണ് വരിക അല്ലേ. എൻഡോസ്പേം, സൈഗോട്ട്, പെരികാർപ്പ്. അപ്പോൾ ആൻസർ 29ൻ്റെ ആൻസർ ഏതാണ് വരിക? എ ആണ് വരിക. ദെൻ പിന്നെ അടുത്ത് നോക്കാം, വിച്ച് ഈസ് കറക്റ്റ് നോക്കുക. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നുള്ളത്. എംബ്രിയോ ഇസ് ഫൗണ്ട് പ്രിയോർ ടു എൻഡോസ്പേം. എൻഡോസ്പേമിന് മുമ്പായിട്ട് ഏതുണ്ടാവുന്ന? എംബ്രിയോ ഉണ്ടാവണം. അങ്ങനെയാണോ? അല്ല, എംബ്രിയോയ്ക്ക് മുൻപാണ് ഏതുണ്ടാവുക? എൻഡോസ്പേം ഉണ്ട്. കാരണം എംബ്രിയോ ഉണ്ടാവണമെങ്കിൽ ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടണം. ആ ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻഡോസ്പേമാണ്. എൻഡോസ്പേമിന് ന്യൂട്രിയൻസ് കിട്ടിക്കഴിഞ്ഞാലാണ് ഏതുണ്ടാവുള്ളൂ? എംബ്രിയോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ എംബ്രിയോ ഇസ് ഫൗണ്ട് പ്രിയോർ ടു എൻഡോസ്പേം അല്ല, എൻഡോസ്പേം ഈസ് ഫൗണ്ട് പ്രിയർ ടു എംബ്രിയോ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സെൻറ്റൻസ് തെറ്റാണ് അല്ലേ. ദെൻ സസ്പെൻസർ ഡെവലപ്പ് ഫസ്റ്റ് ഫ്രം സൈഗോട്ട്. സൈഗോട്ടിൽ നിന്ന് ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന സസ്പെൻസറാണ് അല്ലേ. സസ്പെൻസർ പ്രോ എംബ്രിയോ എന്നൊക്കെ പറഞ്ഞ പാർട്ടുണ്ട്. അപ്പോൾ അതിൽ സൈഗോട്ടിൽ നിന്ന് ആദ്യം ഉണ്ടാകും, സസ്പെൻസർ അല്ല. ഓക്കെ. ദെൻ അപ്പോൾ സൈഗോട്ടിന് ആദ്യം സെൽ ഡിവിഷൻ, ദെൻ സെൽ ഡിഫറൻസിയേഷൻ നടക്കും. പ്രോ എംബ്രിയോ എന്നൊക്കെ പറഞ്ഞ സെക്സർ ഉണ്ടാവണം, അതിന് ശേഷം സസ്പെൻസർ. ദെൻ പിന്നെ അടുത്ത് നോക്കുക, ഓൾ സ്റ്റെപ്പ് ഒക്കെയർ ഔട്ട് സൈഡ് ബൈ സൈഡ് അല്ലേ. അപ്പോൾ അതായത് എംബ്രിയോ ഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സൈഡ് ബൈ സൈഡ് അതല്ല. എൻഡോസ്പേം ഡെവലപ്പ് പ്രിയോർ ടു എംബ്രിയോ, അത് ശരിയാണ്. എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് നടക്കുന്ന എപ്പോഴാണ്? എംബ്രിയോ ഉണ്ടാവുന്നതിന് മുൻപായിട്ടാണ് എൻഡോസ്പേം ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ 30ൻ്റെ ആൻസർ ഏതാണ്? ഡി ആണ് അല്ലേ. അപ്പോൾ നോക്കുക, അപ്പോൾ ഇനി ഒരു 10-15 ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഫോമിൽ നിങ്ങൾ അസൈൻമെൻ്റ് അല്ല, ഇന്ന് തന്നെ ചെയ്ത് നോക്കാനുള്ളതാണ്. അതിപ്പോൾ അതായത് നിങ്ങൾ ഈ ചാപ്റ്റർ കഴിഞ്ഞ് ഇപ്പോൾ 10-30 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ അതിനോട് അസോസിയേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അത് കൂടാതെ നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ 15 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കുക. അതിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസറിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ദെൻ പിന്നെ ആ ചാപ്റ്റർ മൊത്തത്തിൽ വായിച്ച് നോക്കുക. അങ്ങനെ മൊത്തത്തിൽ വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൺഫ്യൂഷനൊക്കെ വരികയാണെങ്കിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യം ആ ഫ്ലവറിൻ്റെ പാർട്ടുകൾ അതൊക്കെ അതിലൊക്കെ കുറേ സെൻറ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കുക. ദെൻ പിന്നെ കുറേ പിക്ചറുകൾ അതിലുണ്ട് അല്ലേ. ആ ചാപ്റ്ററിൽ കുറേ പിക്ചറുകളാണുള്ളത്. അപ്പോൾ ആ പിക്ചറൊക്കെ വളരെ നീറ്റായിട്ട് വായിച്ച് പഠിക്കുക. അപ്പോൾ അതിൽ പിക്ചർ ലേബൽ ചെയ്യാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ ഒന്നും രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. കൃത്യമായിട്ട് ഏതാണോ എങ്ങനെയാണോ എന്നൊക്കെയുള്ള അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ അതിൽ കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾ +2 വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരിക്കും. ഏറ്റവും കൂടുതൽ എല്ലാ സ്കൂളുകളിലും തന്നെ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് പഠിപ്പിക്കുക ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് യൂണിറ്റിൽ ഇപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ ബോട്ടണി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന 2 ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ ഓർഗാനിസവും സെക്ഷൽ റീപ്രൊഡക്ഷനും. ഇപ്പോൾ ഈ 2 ചാപ്റ്റർ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഈ 2 ചാപ്റ്ററിൽ റീപ്രൊഡക്ഷൻ ഓർഗാനിസം സെക്ഷൽ റീപ്രൊഡക്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ചോദിക്കാറുള്ളത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ് ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ എല്ലാം ടെസ്റ്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ടെസ്റ്റിനെ ബേസ് ചെയ്തുള്ള സെൻറ്റൻസുകളാവാം, ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചറിനെ ബേസ് ചെയ്തിട്ടാവാം. അപ്പോൾ നിങ്ങൾ സമ്മറി അടക്കം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ സമ്മറൈസ് ചെയ്ത് നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പഠിക്കണം. അതിൻ്റെ പിക്ചർ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ ലേബൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഏത് വിധത്തിൽ എല്ലാവരും നമുക്ക് പിക്ചർ, എക്സാമ്പിൾസ് ഇതെല്ലാം നമുക്ക് NCERT ബേസ് ചെയ്താണ് വരുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നില്ലേ? അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ വെറുതെ ഇരിക്കരുത്. നമുക്ക് കിട്ടിയ സമയം വിലപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത്രയും ലാഗ് ചെയ്തൊക്കെ എക്സാം നടത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങളതൊരു ഭാഗ്യമായിട്ട് കൺസിഡർ ചെയ്യുക. കാരണം
സാധാരണഗതിയിൽ അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴത്തേന് നിങ്ങൾ പ്ലസ് ടു എക്സാമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഹാങ് ഓവർ തീരുന്നതിന് മുമ്പ് തന്നെ നീറ്റ് എക്സാമൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കുട്ടികൾ പരാതി പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ചെയ്യേണ്ടി വരുന്നു പല കുട്ടികൾക്കും, അല്ലെ പല പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ വരാറുണ്ട്. ഇനി അതല്ലാതെ ഡയറക്റ്റായിട്ട് കിട്ടുന്നവരുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ കിട്ടിയ സമയം ഒരു സുവർണ്ണ അവസരമാണ്. കാരണം ജൂലൈ 26 അല്ലെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തൊക്കെയാണ് ഇപ്പോൾ എക്സാം നടക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വിലപ്പെട്ട സമയം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക ഉണ്ടോ. അപ്പോൾ അത് ബയോളജിക്ക് സാധാരണ +1 ഒക്കെ വായിച്ചാലും തീരുമില്ല. അതുകൊണ്ടാണ് ബയോളജി കുറേ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുന്ന കുട്ടികൾ പറയാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സമയം പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ പരമാവധി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ തന്നെ MBBSന് അഡ്മിഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ഭാവിയിലെ നല്ല നല്ല വലിയ ഡോക്ടർമാരൊക്കെ ആയിട്ട് മാറട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയുള്ള ആ രീതിയിലൊക്കെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല, അതായത് ജൂലൈ 26 അപ്പോൾ ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു എയിമോട് കൂടി MBBSന് കിട്ടണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി 600+ മാർക്ക് കിട്ടിയാലാണ് നമുക്ക് സാധാരണ രീതിയിൽ നല്ലൊരു സ്ഥലത്ത് MBBSന് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു എയിമോട് കൂടി എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.